ഓക്കെ, അപ്പൊ ഈ ഭാഗം മാക്സിമം ഞാൻ ക്ലിയർ ആക്കി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്ന കോൺഫിഡൻസിൽ ഞാൻ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. ഇത് നമ്മളെ റെൻഡറിങ് അല്ലെങ്കിൽ മറ്റുള്ള കുറേ കാര്യങ്ങളോട് വരുന്നുണ്ട്. പ്രോപ്പർട്ടീസ് പാനൽ എന്ന് പറയും. ഈ പ്രോപ്പർട്ടീസ് പാനലില് ഫസ്റ്റ് വരുന്ന പാർട്ട് ടൂൾസ് സെക്ഷൻ ആണ്. ഇവിടെ ഇപ്പൊ ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. നമുക്ക് പറയാനുള്ള കാര്യമുണ്ട്. തൽക്കാലം ഞാൻ ഇപ്പൊ പറയുന്നില്ല. പിന്നെ അടുത്തത് നമുക്ക് പറയാനുള്ളത് റെൻഡറിങ് പാർട്ടിലേക്ക് വന്നാൽ ഇതാണ് റെൻഡർ സെക്ഷൻ. ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാല് EV പറഞ്ഞ സൈക്കിൾ പറഞ്ഞ രണ്ട് റെൻഡറിങ് കാണാം. നടുവിൽ വരുന്നത് നമ്മുടെ ഈ ഒരു സെറ്റപ്പ് തന്നെയാണ്. അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല. അത് അത്ര യൂസ്ഫുൾ ആയിട്ട് ആരും ചെയ്യുന്ന കണ്ടില്ല. പ്രത്യേകം വർക്ക് ബെഞ്ചിൽ വർക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ല. സൈക്കിളും EV ആണ്. ഇത് ഒരു റെൻഡറിങ് എഞ്ചിനായിട്ട് തോന്നിയിട്ടില്ല, ഫീൽ ആയിട്ടില്ല. അത് നമ്മൾ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഈ കാണുന്ന ഇതൊക്കെ തന്നെയാണ് വർക്ക് ബെഞ്ച് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എനിവേ അത് നിങ്ങൾ കാര്യാക്കണ്ട. ഇനി ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ ഗൂഗിളിൽ നോക്കിക്കോ. പിന്നെ സൈക്കിള് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ റെൻഡറിങ് സോഫ്റ്റ്വെയർ വീറൊക്കെ പോലെ. ഓക്കെ, പിന്നെ സപ്പോർട്ടഡ് എക്സ്പെരിമെന്റ് പറഞ്ഞിട്ട് രണ്ട് സംഭവങ്ങൾ കാണാം. അത് സൈക്കിളിന്റെ ബേസ് ചെയ്തിട്ടാണ്. അത് EV വരുന്നുണ്ടോ? ഇല്ല, സൈക്കിളിൽ മാത്രമേ വരുന്നുള്ളൂ. അതായത് ഇത് ഒരു ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർ ആണല്ലോ. സോ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അവരൊരു ബീറ്റ ലെവലില് ചില കാര്യങ്ങളൊക്കെ എക്സ്പെരിമെന്റ്, മാത്രമല്ല അത് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലാണ്. അപ്പോ നമുക്ക് അത് വെച്ചിട്ട് കുറച്ചും കൂടി അഡ്വാൻസ് രീതിയിൽ റെൻഡർ ചെയ്യാൻ പറ്റും. കുറച്ച് അഡ്വാൻസ് ഫീച്ചേഴ്സ് നൽകുന്നുണ്ട് എക്സ്പെരിമെന്റിൽ, വളരെ കുറച്ച്. പക്ഷെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫോമൻസിനൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വലിയ ഇഷ്യൂസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല എക്സ്പെരിമെന്റിൽ റെൻഡർ ചെയ്യുമ്പോൾ. പിന്നെ അതിന് ഫങ്ഷനിൽ അല്ലെങ്കിൽ റെൻഡറിങ് ഔട്ടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ വെച്ചാൽ ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ ഏത് വേണേലും ചൂസ് ചെയ്യാം. അപ്പോൾ സപ്പോർട്ടഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ എക്സ്പെരിമെന്റ് എടുക്കുമ്പോൾ അവർ പറയുന്നത് വാണിംഗ് പോലെ ഒരു പക്ഷേ നിങ്ങളെ ഫയല് ക്രാഷ് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ്. ഫയല് നമ്മൾ റെൻഡർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ക്രാഷ് ആയിട്ട് ക്ലോസ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ബാക്കിൽ നിന്ന് വീണ്ടും ബാക്കപ്പ് ചെയ്തിട്ട് വരണം. ഓക്കെ, നമ്മൾ സേവ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പൊ പിന്നെ ആ പ്രശ്നമൊന്നുമില്ല. എനിവേ അതാണ് എക്സ്പെരിമെന്റിനോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് CPU GPU. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും GPU ഉണ്ടായിരിക്കണം ബ്ലെൻഡറിൽ വർക്ക് ചെയ്യുമ്പോൾ. CPUവിൽ ചെയ്യാം, മോഡലിംഗ് ഒക്കെ ചെയ്യാം. റെൻഡറിങ് വളരെ സ്ലോ ആയിരിക്കും. അപ്പൊ നിങ്ങളെ കയ്യിൽ നല്ലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ GPU ഓൺ ആക്കിയിടുക. GPU ഉള്ള സിസ്റ്റം ആയിരിക്കും മിക്കവാറും. GPUവിൽ നമുക്ക് പറയാനുള്ളത് ഒരു 4GB സ്റ്റാർട്ടിങ്ങിൽ, 2GB റെൻഡറിങ് ഒക്കെ ഇപ്പോ അങ്ങനത്തെ ലാപ്ടോപ്പുകൾ കുറവാണ് പൊതുവെ. എന്നാലും 2GB ഗ്രാഫിക്സിനേക്കാളും ബെറ്റർ 4GB. അത് പിന്നെ അങ്ങനെ സ്വാഭാവികമാണ്. എന്നാലും ഞാൻ ഒരു ബേസിക് ലെവലിൽ പറഞ്ഞാണ്. 4GB കമ്പ്യൂട്ടറോ കാര്യങ്ങളോ മിനിമം വേണം. 2GB ഓക്കെ, റെൻഡറൊക്കെ എടുക്കാം. ടൈമാണ്, അത്യാവശ്യം ടൈം എടുക്കും. ഓക്കെ, നെക്സ്റ്റ് ഇത് നമ്മൾ ഓൺ ആക്കൊന്നും വേണ്ട. പിന്നെ സാമ്പിളിങ്സിൽ നമുക്ക് കുറച്ച് പറയാനൊക്കെ ഉണ്ട്. അത് പറഞ്ഞു വരികയാണെങ്കിൽ ഇതിപ്പോ വ്യൂ പോർട്ടിൽ നമ്മൾ ലൈവ് ആയിട്ട് റെൻഡർ കാണും. അതിന് Z ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെൻഡർ പറഞ്ഞിട്ടുള്ള 5 മെനുവിൽ റെൻഡർ വരും. റെൻഡർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോ നമ്മൾ റെൻഡറിലാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാല്ലേ, ചെറിയൊരു നോയ്സ് കാണുന്നില്ലേ? അത്യാവശ്യം ഫാസ്റ്റ് റെൻഡർ ആവുന്നുണ്ട് വ്യൂ പോർട്ട് ആണെങ്കിൽ. കാരണം ഇപ്പൊ അധികം ലോഡൊന്നും എടുക്കാനുള്ള ഫയലില്ല. അപ്പോൾ വ്യൂ പോർട്ട് ഡീനോയ്സിങ്ങും അതുപോലെ വ്യൂ പോർട്ടിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെയാണ്. നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ അത് സംസാരിക്കാം. അതിന്റെ ഡിനോയ്സ് ഓൺ അല്ല, ഇപ്പോൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇത് ഡിനോയ്സിങ്ങിനെ നമ്മൾ ഓൺ ആക്കിയാലും അറിയാനൊന്നും പോണില്ല. വട്ടവർ അത് നിങ്ങൾക്ക് ഓൺ ആക്കി ഇടാം. വെച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഡിനോയ്സ്, നേരത്തെ ഞാൻ ഇവിടെ നോയ്സ് കാണിച്ചിരുന്നില്ല, ഇപ്പൊ തീരെ വരുന്നില്ലല്ലോ നോയ്സ്. ഡിനോയ്സ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നില്ലേ ചെറുതായിട്ട്? ഇത് വലിയൊരു ഫയലാണെങ്കിൽ അത്യാവശ്യം നോയ്സ് ഉണ്ടാവും. അപ്പൊ ആ നോയ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാത്ത രീതിയിൽ അതിങ്ങനെ ബ്ലറാക്കി അല്ലെങ്കിൽ അത് ഡിനോയ്സ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. GPU യൂസ് ചെയ്തിട്ട് അത് ഡിനോയ്സ് ചെയ്യും. അപ്പൊ ആ ഒരു മെത്തേഡ് ഓൺ ആക്കുന്ന ഫംഗ്ഷൻ ആണിത്. അതിൽ തന്നെ ക്വാളിറ്റി തീരുമാനിക്കുന്നുണ്ട്. ആക്യുറേറ്റ് ആയിട്ട് കിട്ടണോ, ബാലൻസ് ആയിട്ട് കിട്ടണോ എന്നൊക്കെ. അത് നിങ്ങളെ സ്പെസിഫിക് കമ്പ്യൂട്ടർ സ്പെക്കിനനുസരിച്ചിട്ട് ഒരു ഫാസ്റ്റ് അല്ലെങ്കിൽ ബാലൻസ് ആക്കിയിട്ടൊക്കെ ഇട്ടിട്ട് ഈ പ്രീ ഫിൽറ്റർ ഫാസ്റ്റ് ആക്യുറേറ്റ് കൊടുക്കുക. അതുപോലെ ക്വാളിറ്റി നിങ്ങൾക്ക് ഫാസ്റ്റോ ബാലൻസോ ഹൈയോ കൊടുക്കാം നിങ്ങളെ കമ്പ്യൂട്ടറിന്റെ സ്പെക്ക് അനുസരിച്ച്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ റെക്കമെൻഡ് ചെയ്യുന്നത് ആക്യുറേറ്റ് ആണ് തൽക്കാലം. നിങ്ങളുടെ ബാലൻസിൽ കിടന്നോട്ടെ. നിങ്ങൾക്ക് ഏത് ചെയ്യാം, ഞാൻ പറഞ്ഞല്ലോ. നോണ് ഞാൻ പറയുന്നില്ല, ഈ രണ്ടത്തിൽ ഏതെങ്കിലും ഒന്ന്. ഓക്കെ, പിന്നെ റെൻഡർ സെക്ഷനിൽ വരുമ്പോ ഇവിടെ പറയാനുള്ളത് 1024 കാണിക്കുന്ന സംഗതി. ഇത് നമുക്കൊരു
റെൻഡറിങ് ആണെങ്കിൽ ശരിക്കും 1024 പോകേണ്ട ആവശ്യമില്ല. ഒരു നോർമൽ ക്വാളിറ്റിയിൽ വ്യൂ പോർട്ട് സെക്ഷൻ ആണ്. വ്യൂ പോർട്ടിൽ നമുക്ക് റെൻഡർ കാണണമെങ്കിൽ ഒരു 100 ആയാലും കുഴപ്പമില്ല, 50 ആയാലും കുഴപ്പമില്ല, 30 ആയാലും കുഴപ്പമില്ല. പക്ഷെ 30 ആകുമ്പോൾ ഒന്ന് എന്താ പറയാ, അത്രയും ഇത് സാമ്പിൾസ് ആണ്. ആ സാമ്പിൾ റൺ അതിനനുസരിച്ച് ക്വാളിറ്റി കൂടി 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 വരും. അപ്പോൾ നമ്മൾ 100 ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു സാമ്പിൾ ആണത്. അതിലും കുറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ക്വാളിറ്റി വരും. ഇനി 500 കിട്ടാൽ കുറച്ച് കൂടും, പക്ഷെ നമുക്ക് 100 തന്നെ ആവശ്യത്തിനുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതേ സംഗതി തന്നെയാണ് നമ്മളെ വ്യൂ പോർട്ട് കഴിഞ്ഞാൽ റെൻഡറിൽ വന്നു കഴിഞ്ഞാലും ഇതിലും നമുക്ക് പറയാനുണ്ട്. പിന്നെ ഇതിൽ പറയാൻ വിട്ടത് ഈ ഒരു നോയ്സ് ത്രെഷോൾഡ് ആണ്. ഇത് 0.1 കിടക്കുന്നത്. അത് വ്യൂ പോർട്ട് ആയതുകൊണ്ട് ഇവിടെ റെൻഡറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ റെൻഡറിങ് ത്രെഷോൾഡ് 0.1 കിടക്കുന്നുണ്ടല്ലോ. റെൻഡറിങ് ത്രെഷോൾഡ് അത് ഒന്നുകൂടി കൂടുതലാണ്. അവിടെ 0.1 ഉള്ളൂ, ഇവിടെ 0.1 ആണ്, 0.01 ആണ്. അപ്പൊ നമുക്കത് ഒന്നും കൂടി കൂടുതൽ നോയ്സിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യും. ഡിറ്റക്ഷൻ ആണ് നോയ്സ്, അത്രയും ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ നോയ്സ് ഡിറ്റക്ഷൻ ചെയ്തിട്ട് ആ ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സോ ഞാനത് കൂടുതൽ പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതാക്കുന്നില്ല. ഒന്നുകൂടി ഷാർപ്പ് ഔട്ട് കിട്ടും ഇങ്ങനെ വരുമ്പോൾ. ഇത് ഇനിയും കൂട്ടി കഴിഞ്ഞാൽ കൂടുതൽ ഷാർപ്പ് ആവും, പക്ഷെ അതിനനുസരിച്ച് നമ്മളെ റാമും കാര്യങ്ങളൊക്കെ എടുക്കും, സമയം എടുക്കും റെൻഡറിങ് ഒക്കെ. അപ്പോൾ ഇതൊരു നോർമൽ അത്യാവശ്യം നല്ലൊരു എന്താ പറയാ നമ്പർ ആണ് ഈ ത്രെഷോൾഡ്. സോ ഈ ത്രെഷോൾഡ് വാല്യൂ മാറ്റുന്നില്ല. പിന്നെ മാക്സ് സാമ്പിൾസ്, ഇത് നമുക്ക് ഈ സാമ്പിൾസ് ഉണ്ടല്ലോ, ഈ മാക്സ് സാമ്പിൾസ് ഇത് നമുക്ക് ഒരു എത്ര പറയാ, 1000 വേണ്ട, ഒരു 120 150 നോർമൽ രീതിയിൽ കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങളെ കമ്പ്യൂട്ടർ ഇത്രയും എടുക്കുന്നില്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ 30 ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതിലും കുറഞ്ഞ ഞാൻ അത്ര പറയുന്നില്ല, ഒരു 30 ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ നോർമലി ഒരു 150 അങ്ങനെയൊക്കെയാണ്. പിന്നെ നല്ല വർക്കുകളൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു 400 500 ഒക്കെ ഇടാം, അതിലും കൂടുതൽ ഇടാം, 4000 ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത്രയും ടൈം എടുക്കും. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെൻഡർ ഔട്ട് പെട്ടെന്ന് തീർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 150 100 മതി. ഓക്കെ, അതാണ് അതിനെ കുറിച്ചിട്ട് എനിക്ക് സിമ്പിൾ ആക്കി ഷോർട്ട് ആക്കി പറഞ്ഞു തരാനുള്ളത്. പിന്നെ അതുപോലെ ഡിനോയ്സ് ആണെങ്കിലും ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്യുറേറ്റും ഹൈയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. മറ്റേത് വ്യൂ പോർട്ടിലായിരുന്നു, ഇത് റെൻഡർ ഔട്ട് ആണ്, അതുകൊണ്ട് ഹൈയിലാണ് കിടക്കുന്നത്. ഓക്കെ, അതൊക്കെ ബേസിക് ആ ഒരു ലോജിക്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവല്ലോ. പിന്നെ ഇതുപോലെ ഇവിടെ കുറെ കാര്യങ്ങൾ വേറെയും പറയാനുണ്ട്. ലൈറ്റ് പാത്ത് ഉണ്ട്, അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകൾ പറയാം. പെർഫോമൻസ്, ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പറയാനുള്ളത് ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മളെ വ്യൂ പോർട്ട് സെറ്റ് ആക്കുമ്പോൾ ആദ്യം എന്തൊക്കെ ചെയ്യണം എന്നാണല്ലോ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞു വന്നത്. അപ്പോ ഇതില് ആദ്യം നമ്മളിപ്പോ ഇതൊക്കെ മാറ്റി ഇവിടെ GP ആക്കി ഇതൊക്കെ പറഞ്ഞു വന്നു. പിന്നെ ഇവിടെ കാര്യമായിട്ടൊന്നും മാറ്റിയിടാനില്ല നിലവില്, ഒന്നും ഇപ്പൊ മാറ്റേണ്ട ആവശ്യമില്ല. മാറ്റാനുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞു, ഇവിടെ ഉള്ളതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ. പിന്നെ അങ്ങനെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ വന്ന് ലാസ്റ്റില് കളർ മാനേജ്മെന്റ് വരുന്നുണ്ട്. അതിൽ AGX പുതിയ ഒരു അവർ കൊണ്ടുവന്ന ഒരു കളർ സ്പേസ് സംഗതിയാണ്. അത് നമ്മൾ മാറ്റി കളർ സ്പേസ് എന്ന് പറയും. അതുപോലെ വ്യൂ ട്രാൻസ്ഫോം എന്നാണ് ഇതിൽ പറയുന്നത്. നമുക്ക് എന്തായാലും ഫിലിമിക് യൂസ് ചെയ്യാം. AGX കൊള്ളാം, പക്ഷെ AGX ഒരു അല്പം റെഡ് കളറുമായിട്ട് ഒരു അടുപ്പം നിൽക്കുന്നുണ്ട്. റെഡ് ആയിട്ട് കുറച്ച് അടുപ്പുണ്ട്, അതിപ്പോ ഞാൻ പറയുമ്പോൾ മനസ്സിലാവില്ല. വാട്ടെവർ, നമുക്ക് ഫിലിമിക്കാണ് ഒന്നും കൂടി ഒരു നാച്ചുറൽ കളർ ഫീൽ തോന്നാറ്. പിന്നെ ലുക്ക് പറഞ്ഞുള്ള ഭാഗമുണ്ട്, അതിപ്പോ നിങ്ങളെ ഇഷ്ടമുള്ള അനുസരിച്ച് ഇടാം. ഹൈ കോൺട്രാസ്റ്റ് താല്പര്യമുള്ള ആൾക്കാർ ഹൈ കോൺട്രാസ്റ്റിലൊക്കെ ഇടാം. അതൊക്കെ നമ്മൾ റെൻഡർ ഔട്ട് എങ്ങനെ ഏത് കോൺട്രാസ്റ്റിൽ വരണം എന്നുള്ളത് തീരുമാനിക്കുകയാണ്. ഞാൻ ഇപ്പോൾ തൽക്കാലം നോൺ ആണ് ഇടുന്നത്. നോൺ നോണും വലിയ കുഴപ്പമില്ല, ഒരു മീഡിയം കോൺട്രാസ്റ്റ് പോലെ തന്നെ നോൺ വർക്ക് ചെയ്യണത്. സോ ഞാനത് മാറ്റുന്നില്ല. എക്സ്പോഷർ നമ്മൾ പ്രത്യേകിച്ച് കൂട്ടുന്നില്ല, ഗാമ കൂട്ടുന്നില്ല, ഒന്നും പിന്നെ പ്രത്യേകിച്ച് കൂട്ടുന്നില്ല. അപ്പൊ ഞാനിവിടെ ഫിലിമിക്ക് മാത്രം മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് AGX ഇടണമെങ്കിൽ AGX ഇടാം ഫിലിമിക്കിന് പകരം. പിന്നെ വേറെ എന്തിട്ടാലും കുഴപ്പമില്ല. പക്ഷെ ഇതിൽ ഫിലിമിക്കും AGX ആണ് നോർമൽ ആയിട്ട് യൂസ് ചെയ്യുക. ഇത് അല്പം സാച്ചുറേറ്റഡ് ആണ്. ഇതിന്റെ കംപ്ലൈന്റ് അല്ല. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയ ചെറിയ മോഡലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ, ചെറിയ ചെറിയ മോഡൽ എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് മോഡലൊക്കെ ചെയ്യുമ്പോൾ നോ ഈ ഒരു അതിനങ്ങനെ നമ്മള് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. എന്തായാലും ഈ PBR ന്യൂട്രൽ പറഞ്ഞ ഈ സംഭവം അത്യാവശ്യം നല്ല സംഗതി തന്നെയാണ്. നമ്മളതിൽ ആർക്ക് വിഷ്വലൈസേഷൻ വരുമ്പോൾ ഒരു ഓവർ സാച്ചുറേറ്റഡ് ഫീൽ വരുന്നുണ്ട്. ഫിലിമിക്കാണ് നമുക്ക് റിയലിസ്റ്റിക് ഫീൽ വരുന്നുണ്ട്. AGX റിയലിസ്റ്റിക് ആണ്, പക്ഷേ ഫിലിമിക്കാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഓക്കെ, ഇടക്കാലത്ത് ഞാൻ കുറച്ച് AGX യൂസ് ചെയ്തു, പക്ഷെ വീണ്ടും ഞാൻ ഫിലിമിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ, അപ്പോ ഫിലിമിക്കൽ AGX നിങ്ങളെ എന്തെന്ന് പറയാ, നിങ്ങളൊരു ഇൻട്രസ്റ്റ് പോലെ വർക്ക് ചെയ്യാം. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. പിന്നെ ഇവിടെ ഒന്നും മാറ്റമില്ല. ഞാൻ ഇപ്പൊ തൽക്കാലം
ഫിലിമിലേക്ക് വന്നിട്ടുണ്ട്. ഇത് മാത്രമാണ് ഇവിടെ ചെയ്തത്. നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം, നമ്മൾ സ്റ്റാർട്ടപ്പ് ഫയൽ സേവ് ചെയ്യാം. ഫയൽ ഡിഫോൾട്ട് സേവ് സ്റ്റാർട്ടപ്പ്. ഓക്കെ, ഓവറൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റി നമ്മളെ റെൻഡറിങ് പാർട്ടിൽ. ഇനി നമുക്ക് ഔട്ട്പുട്ടിൽ വേണമെങ്കിൽ മാറ്റം വരുത്താം. ഔട്ട്പുട്ട് നമ്മളെ റെസൊല്യൂഷൻ ആണ്. നിങ്ങളൊരു 3000 ഒക്കെ ഇട്ട് റെൻഡർ ചെയ്യുന്ന ആൾക്കാരാണ് റെസൊല്യൂഷൻ എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ റെസൊല്യൂഷൻ കൊടുക്കാം ഇവിടെ. ഓക്കെ, ഇവിടെ ഇപ്പൊ നമുക്ക് പല പ്രീസെറ്റും നൽകുന്നുണ്ട്. അപ്പോ ഞാൻ നോർമലി ചെയ്യുന്ന ഒരു പ്രീസെറ്റ് ഇതാണ്, ഇവിടെ വന്നിട്ടുണ്ട്. ഇതിലിപ്പോ ഇത് പോർട്രേറ്റ് ലെവലാണ് എടുക്കുന്നത്. മുകളിൽ എക്സ് കുറവും വൈ കൂടുതലാണ്. അപ്പൊ നമുക്കൊരു പോർട്രേറ്റ് രീതിയിലാണ് വരിക. ലാൻഡ്സ്കേപ്പ് മോഡൽ വേണമെങ്കിൽ ഈ നമ്പർ മുകളിലും വരണം, ഈ നമ്പർ താഴെയും വരണം. ശരിയല്ലേ? ഒരു 2K ക്വാളിറ്റി, അറൌണ്ട് 2K ക്വാളിറ്റിയാണ് ഇപ്പൊ ഈ കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4000 3000 ഒക്കെ ഇട്ട് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ സംബന്ധിച്ച് ഓക്കെ ഇതാണ്. പിന്നെ ഇതിൽ കാണിക്കുന്ന പെർസെന്റേജ്, താഴെ കാണുന്ന പെർസെന്റേജ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൂട്ടിയിടാം. ഇപ്പൊ ഇവിടെ 100 കാണുന്നില്ലേ, അത് വേണമെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 2K എന്നുള്ളത് ഇതിന്റെ 4K കിട്ടണമെങ്കിൽ ഇവിടെ 100 മാറ്റി 200 ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കാണുന്ന റെസൊല്യൂഷന്റെ ഡബിൾ റെസൊല്യൂഷനിലാണ് പിന്നെ ഔട്ട് വരിക. അപ്പൊ 4K റെസൊല്യൂഷൻ ആയി. ഓക്കെ, ഇതാണ് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ പകുതി 50 ആക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ 2K കിട്ടില്ല, പകരം 1K റെസൊല്യൂഷൻ കിട്ടുള്ളൂ. പോയിന്റ് 0.5 അല്ല, സോറി 0.5 അല്ല, 50 അടിച്ചു കഴിഞ്ഞാൽ ഈ 2K കിട്ടില്ല, പകരം അതിന് പകുതി കിട്ടുള്ളൂ. ആ ലോജിക്ക് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഇഷ്ടമുള്ള ഒരു റെസൊല്യൂഷൻ കൊടുക്കുക. ഓക്കെ, പിന്നെ ഇവിടെ കാര്യമായിട്ട് ഇപ്പം മാറ്റാനൊന്നുമില്ല. ഇതൊക്കെ വീഡിയോ റെൻഡറിങ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ സംസാരിക്കാം. പിന്നെ നിങ്ങൾക്ക് PNG ഔട്ട് വേണോ JPG ഔട്ട് വേണോ? ഞാൻ JPG പ്രിഫർ ചെയ്യണം തൽക്കാലം. എൻ്റെ ഇപ്പൊ നിലവിൽ ഞാൻ PNG ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഇനി JPG യോ PNG യൂസ് ചെയ്തോ. പക്ഷെ JPG ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഔട്ട് അത്ര സൈസ് വരൂല. അത്യാവശ്യം എന്താ പറയാ, ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ സൈസ് കുറയും. ഒരു ഫോട്ടോ ഒരു 4 MB വരുന്നിടത്ത് JPG ആണെങ്കിൽ 2 MB വരുള്ളൂ. പകുതിയോളം ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചില കേസിൽ നമുക്ക് എന്താ പറയാ, ബാക്ക്ഗ്രൗണ്ട് ആവശ്യമില്ല. അങ്ങനത്തെ ഒക്കെ PNG രീതിയിൽ നമുക്ക് PNGന്റെ ഫംഗ്ഷൻ അറിയാലോ. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വൈറ്റ് അല്ല, ട്രാൻസ്പെറന്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PNGയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഈ PNGയിൽ വർക്ക് ചെയ്യാം. ഓക്കെ, അതെല്ലാം JPG. അപ്പൊ അങ്ങനത്തെ കേസുകൾ കുറവാണ്, അതുകൊണ്ടാണ് JPG പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ ട്രാൻസ്പാരന്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വരേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, JPGയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. സോ അത് അവിടെ അങ്ങനെ. പിന്നെ ഇതിൽ കളർ മാനേജ്മെന്റ് ഒന്നും മാറ്റാനൊന്നുമില്ല. കളർ മാനേജ്മെന്റ് റെൻഡറിലാണ് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞത്. ഓക്കെ, അത് അവിടെ സെറ്റ്. ഇതിലൊക്കെ നമ്മൾ കാര്യമായിട്ട് ഇപ്പൊ ഒന്ന് സംസാരിക്കുന്നത് അഡ്വാൻസ് ലെവലിൽ വരാനുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയതാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. വീണ്ടും കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ വീണ്ടും പറഞ്ഞു തരികയാണ്. പിന്നെ ഇവിടെ സ്പേസ്, ഇത് നമ്മൾ ആ HDRIന്റെ ഏരിയയാണ്. അത് നമ്മൾ സ്ഥിരമായിട്ട് ഒരു HDRI യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ HDRIനെ ചൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് അത് ഇവിടെ ലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ സ്ഥിരം ഒരേ HDRI വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. HDRI അറിയാലോ. ഞാൻ ഈ പറഞ്ഞ സംസാരിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ HDRI HDRI അറിയുന്നുണ്ടാവും. ആ HDRI ലോഡ് തന്നെ ചെയ്യുന്നത്. ഇതിൽ HDRI നമുക്ക് ഇവിടെ നമുക്ക് കളറിൽ വന്നിട്ട് എൻവയൺമെന്റ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എൻവയൺമെന്റ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് HDRI ആണ് വേണ്ടത് എന്ന് ചോദിക്കും. അത് നമ്മൾ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. നമ്മളതിൽ ഏതെങ്കിലും HDRI ഉണ്ടെങ്കിൽ അത് നമ്മൾ ചൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഡൗൺലോഡ്സിൽ ഞാൻ വന്ന് ഇവിടെ കുറെ ഇമേജസ് വരുന്നുണ്ട്. HDRIക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒന്നെങ്കിൽ ഡോട്ട് HDRI എന്ന് കാണാം, അതല്ലെങ്കിൽ വേറൊരു എക്സ്റ്റൻഷൻ വരുന്നുണ്ട് EX പറഞ്ഞിട്ടാണ്. നമ്മളെ പോളി ഹെവൻ സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ EX ആണോ യെസ്, അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ വരുന്നുണ്ടല്ലോ. സോ എൻ്റെ ഇപ്പൊ ഇവിടെ നിലവിലില്ല, പകരം ഞാനിവിടെ ഒന്ന് തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. അത് ആ ഒരു സംഗതി യൂസ് ചെയ്യാം, HDRI. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ഇവിടെ ലോഡ് ചെയ്ത് തരാം. ജസ്റ്റ് വൺ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് HDRI ലോഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. HDRI നമുക്ക് ഓപ്പൺ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങൾ. അതുപോലെ ഡൗൺലോഡ്സിൽ വന്നിട്ട് നമുക്ക് HDRI പറഞ്ഞ ഒരു ഭാഗമുണ്ട്. ഇതെല്ലാം HDRI ആണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HDR പറഞ്ഞിട്ട് നമുക്ക് എന്തെന്ന് പറയുന്നുണ്ട്, ഇതിന്റെ എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. അതേപോലെ EXR പറഞ്ഞു വരുന്നുണ്ട്. ഇത് രണ്ടും HDR തന്നെയാണ്, അല്ലെങ്കിൽ എൻവയൺമെന്റൽ
ഫോട്ടോ ആണ്, ടെക്സ്ചർ ആണ്. ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത് വിചാരിച്ചു, മിസ്റ്റി ഫാം EXR ആണ്, .exr ഓപ്പൺ. അപ്പൊ അതെന്റെ ഇതിൽ ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ നമ്മുടെ Z ക്ലിക്ക് ചെയ്തിട്ട് റെൻഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ, എനിക്ക് എന്റെ HDRI ലോഡ് ആയിട്ട് എന്റെ റെൻഡറിങ് മോഡിൽ വന്നിട്ടുണ്ട്. സോ ഈ ഒരു സംഗതി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്താൽ ഈ HDRI ഇവിടെ ലോഡ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ഇവിടെ ലോഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഫയൽ വരിക, ഡിഫോൾട്ട് എടുക്കുക, സേവ് സ്റ്റാർട്ടർ ഫയൽ ഓവറൈറ്റ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ ഫസ്റ്റ് ഡിഫോൾട്ട് ആയിട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. പിന്നെ ഇവിടെ കാര്യമായിട്ട് നമുക്ക് പറയാനൊന്നുമില്ല. പിന്നെ ഒബ്ജക്റ്റ് മെനു ആണ്, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ ഒബ്ജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നത്. പിന്നെ ഇത് മോഡിഫയർ ആണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇതിൽ നമുക്ക് കാര്യമായിട്ട് സ്റ്റാർട്ടപ്പിൽ ചെയ്യാനുള്ളതില്ല. മെറ്റീരിയൽ ആണ്, മെറ്റീരിയൽ നമുക്ക് കാര്യമായിട്ട് ചെയ്യാനില്ല. ഓക്കെ, ഇതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പൊ നിങ്ങളിൽ ഇത് ഉണ്ടായില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഇപ്പൊ ഈ മെറ്റീരിയൽ ഞാൻ സെലക്ട് അല്ലെങ്കിൽ ഞാൻ ഒന്നും സെലക്ട് അല്ല. ഇപ്പൊ ഇതോടെ സെലക്ട് ആയതുകൊണ്ടാണ്. ഇതാ ക്യാമറയൊക്കെ വന്നു കഴിഞ്ഞപ്പോ മെറ്റീരിയൽ പോയി, കണ്ടോ. മെറ്റീരിയലേക്ക് വരുമ്പോൾ മെറ്റീരിയൽ വരും. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് ഇവിടെ ഒന്നും കാണിക്കില്ല. അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം അവിടെ ഉണ്ടോ ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോ നിങ്ങൾ എന്റെ സ്ക്രീനിൽ കാണുന്ന എല്ലാം അതേപോലെ വരണം നിർബന്ധമുള്ളതല്ല. ചില കാര്യങ്ങളൊക്കെ ഈ ക്യൂബോർഡ് എടുക്കുന്നുണ്ട്, ഇവിടെ ക്യാമറ ഒക്കെ എടുക്കുന്നുണ്ട്, ചിലപ്പോൾ നിങ്ങളിൽ ഉണ്ടായിന്ന് വരില്ല, എന്നെഴുതിയ പ്രശ്നങ്ങളല്ല. പക്ഷെ ഞാൻ പറഞ്ഞ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതുവരെ പറഞ്ഞത്, അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഇപ്പൊ ഈ സൈഡ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇതൊക്കെ മാറ്റിയല്ലോ. അടുത്ത മെയിൻ ആയിട്ട് കാര്യം ഇവിടെയാണ്. ഇത് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സിമുലേഷൻസോ വീഡിയോ റെൻഡറിങ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ സംഗതികൾ ആവശ്യമുള്ളൂ. കീ ഫ്രെയിം ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇപ്പൊ നമുക്ക് ഇവിടെ ഒന്നും ആവശ്യമില്ല, ഇതൊന്നും ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു പാർട്ട് ആവശ്യമില്ല. സോ നമ്മൾ ഇത് ഒന്നെങ്കിൽ നമുക്ക് ഫുൾ ഇതിലേക്ക് യൂസ് ചെയ്യാം, നമ്മുടെ ഈ ഒരു പാർട്ടിലേക്ക് യൂസ് ചെയ്യാം. അതായത് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ മുകളിലത്തെ താഴേക്ക് ജോയിൻ ചെയ്തു. അപ്പൊ ഇതിപ്പോ നമ്മളെ പാർട്ട് ടൈം ആയി, ഒറ്റ സ്പേസ് ആയി. പക്ഷെ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് ചില കാര്യങ്ങളൊക്കെ, നമ്മളെ ഷെയ്ഡിനോടൊക്കെ എഡിറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടോ, എന്റെ കഴ്സറിന്റെ ഇവിടെ പ്ലസ് കൊണ്ടുവന്നിട്ട് ഞാൻ സ്ക്രോൾ മുകളിലേക്ക് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് വീണ്ടും ഒരു വ്യൂ പോർട്ട് കിട്ടി. അത് എനിക്ക് എന്ത് വേണമെങ്കിലും ട്രാൻസ്ഫോം ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് കോർണർ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ നമുക്കിപ്പോ യൂസ്ഫുൾ ആയിട്ടുള്ള എന്താ ഷെയ്ഡിൻ ഓർഡർ വേണമെങ്കിൽ, ഷെയ്ഡ് എഡിറ്റർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മെറ്റീരിയലൊക്കെ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ 3ds Maxൽ കോമ്പാക്ട് വ്യൂവർ ഉണ്ടാവും മെറ്റീരിയല്, അതേപോലെ സ്ലൈറ്റ് വ്യൂവർ ഉണ്ടാവും സംഭവം. ആ സ്ലൈറ്റ് ഫംഗ്ഷൻ പോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യാം. നമുക്ക് കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം. കണ്ടോ, ഇവിടെയും ഇതിപ്പോ നമ്മൾ അതിന്റെ ഒരു പ്രോപ്പർട്ടീസ് പാനലാണ്, അല്ലെങ്കിൽ എൻ പാനൽ എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ പാനൽ ഇവിടെ വരുന്ന എൻ പാനൽ, അതേപോലെ ഇവിടെ എൻ പാനൽ വരുന്നുണ്ട്. അപ്പോ ആ എൻ പാനൽ ഇവിടെ വരുമ്പോ ഇതിലെ ബേസിക് സംഗതികൾ ഇവിടെ കാണിക്കുകയാണ്. അപ്പോ അത് നിങ്ങൾ നോക്കണ്ട. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട ഏരിയ ഈ ഒരു ഭാഗത്ത്. ഇതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഒബ്ജക്റ്റ് മറ്റ് വേൾഡ് ഉണ്ട്. ഈ വേൾഡ് പറഞ്ഞാൽ ഞാൻ ഇവിടെ പറഞ്ഞ എൻവയോൺമെന്റ് ഒന്നാണ്. ഇവിടെ നേരത്തെ ലോഡ് ചെയ്ത HDRI തന്നെ കാണുന്നത്. ഇതിന്റെ പവർ പോരെങ്കിൽ നമുക്ക് ഇവിടെ കൂട്ടാം, അതല്ലെങ്കിൽ എൻവയോൺമെന്റിൽ വന്നിട്ട് നമ്മുടെ സർഫേസിന്റെ അവിടെ വന്നിട്ട് ഇതാ സ്ട്രെങ്ത്, ഈ സെയിം സ്ട്രെങ്ത് തന്നെ ഈ കാണിക്കുന്നത്. ഇവിടെ 5 കൊടുത്താൽ ഓട്ടോമാറ്റിക് ഇവിടെ 5 ആവും. ഓക്കെ, ഇവിടെ 5 ആയി, ഇവിടെ 5 ആയി, ഇവിടെ 1 തന്നെ കൊടുത്ത്. അത് മാത്രമല്ല ഇവിടെ നമുക്ക് 5ന്റെ ഒരു ബ്രൈറ്റ്നെസ് വന്നു. അപ്പൊ അത്രയും സ്ട്രെങ്ത് ഒന്നും വേണ്ട, തൽക്കാലം 1 തന്നെ കൊടുത്തു. സ്ട്രെങ്ത് കുറഞ്ഞു. ആ HDRI നമുക്ക് എത്ര സ്ട്രെങ്ത് നോർമലായിട്ട് നൽകുന്നുണ്ട് അതാണ് നമുക്ക് 1 ക്ലിക്ക് ചെയ്താൽ വരിക. അപ്പൊ ആ HDRI നൽകുന്ന അതേ സെയിം എന്താ പറയാ, ഇത് നമുക്ക് വന്നിട്ടുണ്ട്. ശരിയല്ലേ? ഓക്കെ, ഇനി 2 ക്ലിക്ക് ചെയ്താൽ കൂടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ വേൾഡ് മാറ്റിയിട്ട് ഒബ്ജക്റ്റിലേക്ക് തന്നെ വരാം. നമ്മുടെ ഈ ഒരു ഇതിന്റെ കുറിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ക്യാമറ ക്ലിക്ക് ചെയ്ത കാര്യമായിട്ടൊന്നും ഷെയ്ഡ് വരാനില്ല, കാരണം മെറ്റീരിയലുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ ഷെയ്ഡ് എഡിറ്റർ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇവിടെ ഷെയ്ഡ് എഡിറ്റർ ആക്കാം, അതല്ല നിങ്ങൾക്ക് വേറെ വ്യൂ പോർട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ വ്യൂ പോർട്ട് ആക്കാം. അപ്പോൾ ഇവിടെ റെൻഡർ കാണാം, ഇവിടെ എഡിറ്റ് ചെയ്യാം. ഇനി റെൻഡർ ചെയ്യുന്നതിന്റെ മുകളിൽ തന്നെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെൻഡർ ചെയ്യുന്നതിന് മുകളിൽ എഡിറ്റ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ എഡിറ്റിംഗ് ചെയ്യാം. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇങ്ങനെ നമ്മളത് ഞാൻ ഇവിടെ ഇപ്പോൾ ഷെയ്ഡ് എഡിറ്റർ വെച്ചിട്ട് സേവ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഒരു ചെറിയ ഷെയ്ഡ് എഡിറ്റർ ഇവിടെ ഉണ്ടാവും, ഒരു വലിയ വ്യൂ പോർട്ട് ഇവിടെ ഉണ്ടാവും. ആ രീതിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, പിന്നെ അപ്പൊ ഇവിടെ നമുക്ക് ഇനി കാര്യമായിട്ടൊന്നും എന്ത് ചെയ്യാ, സേവ് ചെയ്യാനില്ല. നമ്മളിപ്പോ ഓൾറെഡി ജസ്റ്റ് ഷെയ്ഡ് എഡിറ്റർ മാത്രം ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ഓരോ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ഇങ്ങനെ മാറും, അത്രേ ഉള്ളൂ. അത് നമ്മൾ മൈൻഡ് ആക്കണ്ട.
നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഷെയ്ഡ് എഡിറ്റർ ഓൺ ആക്കി ഇടാം. ഓക്കെ, സോറി, നിങ്ങൾക്ക് ഷെയ്ഡ് എഡിറ്റർ അല്ലെങ്കിൽ നല്ലൊരു സംഗതി അസറ്റ് ബ്രൗസർ ആണ്. പക്ഷെ അസറ്റ് ബ്രൗസർ ചെയ്യുമ്പോൾ നിങ്ങൾ ബിഗിനർ ആകുമ്പോൾ നിങ്ങളിൽ അധികം അസറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഈ കാണുന്ന അസറ്റ്സ് ഒക്കെ ഒരു ആനിമേഷൻ ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ മറ്റുള്ള പ്രൊഫഷണൽ ആളുകൾക്കുള്ള ബ്രഷും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബ്രഷും അതൊന്നും നമ്മൾ ആർട്ട് വിഷ്വലൈസേഷൻ ചെയ്യില്ല. സോ അസറ്റ് മാനേജർ ആണ് ശരിക്കും ഇവിടെ വരേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വെക്കാം കുറെ സംഭവങ്ങൾ. അപ്പോ എൻ്റെ ഒരു ഇപ്പോഴത്തെ വ്യൂ പോർട്ട് കസ്റ്റമൈസേഷൻ അനുസരിച്ച് ഇവിടെ കിടക്കുന്ന അസറ്റ് മാനേജർ ആണ്. നിങ്ങൾക്കും ആ ഒരു പാറ്റേൺ വേണമെങ്കിൽ ഫോളോ ചെയ്യാം, പക്ഷെ നിങ്ങളിൽ അസറ്റ്സ് വേണം. അസറ്റ്സ് എൻ്റെ കയ്യിൽ കുറച്ചുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്ട്. ഞാൻ കുറെ കുറച്ച് കഷ്ടപ്പെട്ട് കളക്ട് ചെയ്ത സാധനങ്ങളാണ്, അപ്പോൾ എനിക്ക് അതിനെ കുറച്ച് വാല്യൂ ഉണ്ട്. അപ്പൊ ഞാൻ എന്തായാലും അത് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യണ്ട്. ഞാൻ എന്തായാലും അതിനെ കുറിച്ച് നോക്കിയിട്ട് അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെയും ഷെയർ ചെയ്യാം. താല്പര്യമുള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. ചിലപ്പോൾ ചെറിയൊരു എമൗണ്ട് അതിന് ഈടാക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്യാവശ്യം കളക്ട് ചെയ്യാൻ കുറച്ച് റിസ്ക് എടുത്ത് അസറ്റ് മാനേജർ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി അല്ല, കുറച്ച് പണിയുണ്ട്. അതിന്റെ ഒക്കെ ട്യൂട്ടോറിയൽ വരുന്നുണ്ട്, പക്ഷെ അത് ഈസി അല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ അസറ്റ്സ് അതുപോലെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ചെയ്ത് വെച്ച അസറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചെറിയൊരു എമൗണ്ടിന് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോ എന്തായാലും നിങ്ങൾ ഇപ്പൊ തൽക്കാലം ഇവിടെ അസറ്റ് മാനേജർ എടുക്കില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അസറ്റ് മാറ്റിയിട്ട് വീണ്ടും ഷെയ്ഡ് എഡിറ്ററിലേക്ക് തന്നെ തിരിച്ചു വരാം. ഓക്കെ, ഇനി ഒന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോയിൻ ചെയ്തിട്ട് ഒരേ ഒറ്റ ഏരിയ ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഇത് പൊക്കിയിട്ട് എന്താ ആക്കിയാൽ മതി. ഷെയ്ഡ് എഡിറ്റർ ആണെങ്കിൽ ഷെയ്ഡ് എഡിറ്റർ അപ്പോൾ ആക്കിയാൽ മതി. ഓക്കെ, ഈ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, ഇപ്പൊ തൽക്കാലം ഞാൻ ഷെയ്ഡ് എഡിറ്ററോടെ വെച്ചിട്ടാണ് സേവ് ചെയ്യുന്നത്. ഒന്നും കൂടി ഞാൻ എൻ്റെ ഡിഫോൾട്ട് സേവ് ഡാറ്റ ഫയൽ ഓവറേറ്റ്. ഓക്കെ ഓക്കെ, ഇനി നമ്മുടെ വ്യൂ പോർട്ടിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ നേരത്തെ നമ്മൾ ആദ്യം ചെയ്ത വ്യൂ പോർട്ടിൽ തന്നെയാണ് ഇതിൽ നമ്മൾ ഇതിൽ നമ്മൾ ഗിസ്മോ ഓൺ ആക്കി മെയിൻ മറ്റു സംഭവം ഓഫ് ചെയ്തിട്ട് ഗിസ്മോ കൊണ്ടുവന്ന് ഇനി ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഈ ടൂളിന്റെ ഇത് നമുക്ക് ഒഴിവാക്കാം. ടീ അടിച്ചാൽ മതി. ടീ ബട്ടൺ അടിച്ചാൽ ടൂൾ ബാർ ഉള്ളിലേക്ക് പോകും. അപ്പൊ അത് നമുക്ക് സ്പേസ് ലാഭമായി കിട്ടില്ലേ, അതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്ത് വരുമ്പോഴേ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്ത് സ്റ്റാർട്ടപ്പ് ഫയൽ വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സംഭവം അവിടെ ഉണ്ടാവും. ടീ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ സേവ് വെച്ചാൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ടീ ക്ലിക്ക് ചെയ്താൽ മാത്രമേ എന്താണ് ആ സംഭവം വരുള്ളൂ. അല്ലെങ്കിൽ വ്യൂ പോർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളിവിടെ എന്തൊക്കെ വെച്ചിട്ടാണോ സേവ് ചെയ്ത് അതെല്ലാം ലോഡ് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ ടീ ഇല്ല, ഐ മീൻ ടൂൾ ബാർ ഇല്ലെങ്കിൽ ഈ ഒരു രീതിക്കാണ് വരിക. ഓക്കെ, പിന്നെ നമുക്കിപ്പോൾ ഇവിടെ കാര്യമായിട്ട് ചെയ്യാനുള്ളത് ഇവിടെ സ്നാപ്പ് ടൂൾ ഇവിടെ ഉണ്ട്. അതുപോലെ ഇത് നമുക്ക് പിന്നെ നേരത്തെ സംസാരിച്ച കാര്യം തന്നെ, അതായത് ഡോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഈ ഒരു പൈ മെനു തന്നെയാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഭാഗം. ഓക്കെ, പിവട്ട് പോയിന്റ് നമുക്ക് ഏത് വേണം ചൂസ് ചെയ്യാനുള്ള സംഭവം. അപ്പൊ പിവട്ട് പോയിന്റിനെ കുറിച്ചിട്ട് ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷേ, അല്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ആ വർക്കിന്റെ കൂടെ നമ്മൾ ഇതൊക്കെ സംസാരിക്കും. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 3D കഴ്സർ യൂസ് ചെയ്യും, ഇൻഡിവിജ്വൽ യൂസ് ചെയ്യും, മീഡിയം പോയിന്റ് യൂസ് ചെയ്യും. ബാക്കിയുള്ളത് അത്ര യൂസിങ് അല്ല. ഓക്കെ, സോ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുക. ആക്റ്റീവ് എലമെന്റും വളരെ റയർ ആയിട്ട് യൂസ് ചെയ്യും, മറ്റുള്ളതൊന്നും അങ്ങനെ യൂസ് ചെയ്യില്ല. ഓക്കെ, അതാണ് ഈ പിവട്ട് പോയിന്റിന്റെ കാര്യം പറയാനുള്ളത്. സോ ഇത് നമ്മളെ ആക്സിസ് ആണ്. ഇതിൽ നമുക്ക് ഗ്ലോബല്, ലോക്കല്, നോർമൽ എന്ന് പറഞ്ഞിട്ട് 4-5 വരുന്നുണ്ട്. പുറമെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. അതായത് ഇപ്പൊ ആക്സിസ് കിടക്കുന്ന നമ്മളെ വേൾഡിന്റെ ആക്സിസ് അനുസരിച്ചാണ്. കണ്ടില്ലേ, ഗ്രീൻ ലൈനിലെ തന്നെ വരുന്നുണ്ട്, റെഡിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്, സെഡിന്റെ കൂടെ വരും. അപ്പോ നമുക്ക് ഈ ആക്സിസ് നമുക്ക് ചില സമയത്ത് ഈ ഒരു ചെരിവിനനുസരിച്ചിട്ട് ആക്സിസ് വേണം എന്നുള്ളതാണെങ്കിൽ നമുക്കത് ഇവിടെ കസ്റ്റം ആക്കി കൊണ്ടുവരാൻ പറ്റും. അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ പറയാം. ഇപ്പൊ നമ്മൾ വ്യൂ പോർട്ട് സെറ്റ് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ പറയാനില്ല. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യാനുള്ളത് ഈ സ്നാപ്പ് ക്ലിയർ ആക്കലാണ്. ഓക്കെ, അപ്പൊ നിലവിലിപ്പോ ക്ലാസ് ഏകദേശം 1 hour കടന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വാട്ടെവർ, നമുക്കത് പ്രശ്നമല്ല. 1.5 hours ആയി. ഓക്കെ, നമ്മളത് 1-2 എപ്പിസോഡ് അല്ലെങ്കിൽ 3 എപ്പിസോഡ് ആക്കിയിട്ട് ചെയ്യാൻ നോക്കാം. അപ്പോ നിങ്ങൾക്ക് ഒരു എപ്പിസോഡായിട്ട് കണ്ടിട്ട് നിങ്ങൾ പോസ് ചെയ്ത് കാണുകയാണെങ്കിൽ അങ്ങനെ കണ്ടോ, ഞാൻ ചിലപ്പോൾ ഒറ്റ എപ്പിസോഡായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തോളാം. വാട്ടെവർ, ഇതിൽ നമുക്ക് സ്നാപ്പ് ചെയ്യുന്നിടത്ത് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഇത് സ്നാപ്പ് ഓൺ ആക്കാൻ ഓഫ് ആക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും സ്നാപ്പ് ഓണിലാണ്
ഇല്ല, കൺഫ്യൂസ്ഡ് ആണ്. സ്നാപ്പ് ഓഫ് ചെയ്തിട്ടാണോ വർക്ക് ചെയ്യുന്നത്, സ്നാപ്പ് ഓൺ ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ഇതിലേക്ക് തിരിച്ചു വരാം. 4.4 നമുക്ക് നോക്കാം. കാരണം ഞാനത് എന്നും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതെങ്ങനെ ചെയ്യലെന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ എൻ്റെ സെക്കൻഡ് സ്ക്രീനിൽ വരുന്ന ബ്ലെൻഡർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സോറി, ഇത് നമ്മുടെ വേറൊരു ഇത് ഓപ്പൺ ചെയ്തതാണ്. ഇതാണ് സെക്കൻഡ് സ്ക്രീൻ. ഇതിൽ ബ്ലെൻഡർ 4.4 ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ സ്നാപ്പ് അവിടെ സ്നാപ്പ് ഓൺ ആണ്. സോ നിലവിൽ ഞാൻ സ്നാപ്പ് ഓൺ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യല്. തൽക്കാലം ഞാൻ മിനിമൈസ് ചെയ്തിടാം. ഓക്കെ, നമ്മുടെ ബ്ലെൻഡർ ഓപ്പൺ ചെയ്തു, 3.3 ഓപ്പൺ ചെയ്തു. സോ 4.3. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ സ്നാപ്പ് ഓൺ ആക്കിയിട്ടാണ് നോർമലി വർക്ക് ചെയ്യാറ്. അതെന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ജി ക്ലിക്ക് ചെയ്ത് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി, സ്നാപ്പ് ആയിക്കോളും. ബട്ട് ഇപ്പൊ നിങ്ങൾ സ്നാപ്പ് ആവണം അത്ര കണ്ടിട്ടുണ്ടാവില്ല. കാരണം സ്നാപ്പ് എന്തിനോട് സ്നാപ്പ് ആവണം എന്നുള്ളതാണ് നമ്മൾ മാറ്റിയിട്ടില്ലാത്തത്. അപ്പോൾ സ്നാപ്പ് ടാർജറ്റ് മാറ്റണം. അത് വെർട്ടെക്സ് കൊടുക്കാണ് ഒരു നല്ല കാര്യം. പിന്നെ നമുക്ക് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വേണമെങ്കിൽ ഫേസും ഓൺ ആക്കാം. അതല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ പോലെ ഓട്ടോകളിലെ കാണാൻ പോലെ നമുക്ക് ഒരു ലൈനിന്റെ സെൻട്രൽ സ്നാപ്പ് ആണെങ്കിൽ അത് ഓൺ ആക്കാം. പെർപെൻഡിക്കുലർ ആയിട്ട് സ്നാപ്പ് ആണെങ്കിൽ അത് ഓൺ ആക്കാം. ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ ചെയ്യാം. ബട്ട് ഞാൻ ഒരിക്കലും ഇതൊന്നും ഇപ്പൊ നിലവിൽ ഓപ്പൺ ചെയ്യാൻ പറയുന്നില്ല. വെർട്ടെക്സ് മാത്രം മതി നമ്മളെ സംബന്ധിച്ച്. ഓക്കെ, അപ്പൊ നമ്മള് സ്നാപ്പ് ഓൺ ആണ്, ഇതില് വെർട്ടെക്സ് വന്നു. ഇനി ബാക്കി പറയാനുള്ളത് ക്ലോസസ്റ്റ് മീഡിയ ആക്റ്റീവ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ക്ലോസസ്റ്റ് തന്നെ എടുക്കട്ടെ. വെർട്ടെക്സ് ഓക്കെയാണ്. പിന്നെ ഇതിൽ മൂവ് റൊട്ടേറ്റ് സ്കെയിൽ ഉണ്ട്. ഈ മൂന്ന് നമ്മൾ ഓൺ ആക്കണം. ഓക്കെ, ഇപ്പൊ മൂവ് ചെയ്യുമ്പോൾ മാത്രമാണ് സ്നാപ്പ് ആവുള്ളൂ. പകരം റൊട്ടേറ്റും സ്കെയിലും ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, സ്നാപ്പ് ഓൺ ആക്കിയിടാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതുപോലെ സ്നാപ്പ് ചെയ്യുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക് ആണ് സ്നാപ്പ് വരുന്നുണ്ട്. അപ്പൊ ആ ഫംഗ്ഷൻ അത് യൂസ്ഫുൾ ആണ്. സോ ഈ ഒരു മൂന്ന് കാര്യം ഓൺ ആക്കിയിടാം. അപ്പൊ നമ്മൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് നമ്മളെ വ്യൂ പോർട്ട് സെറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇതുവരെ സംസാരിച്ചത്. നമ്മൾ ഒരിക്കലും ഇതുവരെയും ഒരു വർക്കിലേക്ക് കടക്കുന്നത് കാണിച്ചിട്ടില്ല. കൂടാണ്ട് വിട്ടുപോയ ഒരു കാര്യം ആഡ് ഓൺ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതും നമുക്ക് ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് പറയാം. ഒരു വർക്ക് എങ്ങനെ ചെയ്യാന്നുള്ള സ്റ്റാർട്ടിങ്ങിലേക്ക് നമ്മൾ കടക്കാം. അത് എനിക്ക് തോന്നുന്നു അടുത്ത വീഡിയോ ചെയ്യുന്നതാണ് ബെസ്റ്റ് എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് സെറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ അടുത്ത ഉടനെ തന്നെ ഒരു ക്ലാസ് ഉണ്ടാവും. ബേസിക്കലി നമ്മൾ മോഡൽ ചെയ്യും, അത് റെൻഡർ ചെയ്യും. അതാണ് നമ്മൾ അടുത്ത ക്ലാസ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ വരുമ്പോൾ നമ്മളിപ്പോ സ്നാപ്പ് റെഡിയാക്കി. ഓക്കെ, വേണമെങ്കിൽ ഒന്ന് എന്ത് ചെയ്യാം, സേവ് ചെയ്തേക്കാം. സ്റ്റാർട്ടപ്പ് ഫയൽ. ഓക്കെ, സ്നാപ്പ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ എന്തിനാ ഈ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, നോ പ്രോബ്ലം. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ നമ്മളതിൽ ക്യാമറ ഉണ്ട്, ഒരു ലൈറ്റ് ഉണ്ട്. ഇപ്പൊ ഒബ്ജക്റ്റ് ഒന്നുമില്ല. വേണമെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവെക്കാം. അപ്പൊ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ക്യൂബ് കൊണ്ടുവന്നു. ക്യൂബ് നമ്മുടെ നമ്മുടെ 3D കഴ്സർ എവിടെ ഇരിക്കുന്നത് അവിടെയാണ് നമ്മൾ പുതിയ ഒബ്ജക്റ്റ് വരുമ്പോൾ അത് ഉണ്ടായി വരിക. അപ്പോ നമുക്ക് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, ഞാൻ മാറ്റണമെന്നില്ല. വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു, അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ എവിടെ ഇരുന്നാലും ഒരു ക്യൂബ് അല്ലേ, വാട്ടെവർ. അപ്പൊ നമ്മളിപ്പോ HDRI ലോഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതും റെൻഡേർഡ് ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ റെൻഡേർഡ് മാറ്റി ഞാൻ സോളിഡിലേക്ക് തിരിച്ചു വരികയാണ്, സോളിഡ് വ്യൂവിലേക്ക്. അപ്പൊ സോളിഡ് വ്യൂവിലേക്ക് തിരിച്ചു വന്നു. നമ്മൾ സ്നാപ്പ് നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അത് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ഒരു ഭാഗത്ത് ഇല്ല, ഇതൊന്നും ചെയ്യാനില്ല. ഓക്കെ, ഇത് നമ്മൾ നെഗ്ലക്ട് ചെയ്യണം, പ്രശ്നമൊന്നുമില്ല. ഇത് നമുക്ക് എന്താന്ന് പിന്നീട് സംസാരിക്കാം. ഇത് നമുക്ക് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. സോ അത് വിട്ടേക്കാം. ഇനി ഇതിൽ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, അത് ക്ലിയർ ആണ്. ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് കാര്യം സെറ്റ് ചെയ്യാണ്ട്. അപ്പോ പിന്നെ മാത്രമല്ല, നമ്മൾ ഷോർട്ട് കട്ട് സെറ്റ് ചെയ്യുന്ന കാര്യം ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. നമുക്ക് ഇതുപോലെ ചില കാര്യങ്ങളും കൂടി ഷോർട്ട് കട്ട് ചെയ്യാനുണ്ട്. സോ നമ്മൾ കണ്ടിന്യൂഷൻ ആയിട്ട് വരുമ്പോൾ ഇത് നമുക്ക് എക്സ്ട്രാ ഓക്കെയാണ്. ഇത് എന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ ഓവർലൈൻ. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോന്ന് സെലക്ട് വരുന്നത്, അതുപോലെ നമ്മളെ ഒരു വ്യൂവിനെ ബേസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന നമ്മളൊരു ഇപ്പൊ സെലക്ട് ചെയ്ത് നമുക്ക് കാണാണ്ടല്ലോ. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ കാണില്ല. എന്താ ഇപ്പൊ കാണാണ്ട് ഗ്രിഡ് ഒക്കെ, ഈ ഗ്രിഡ് സെലക്ഷൻ വരുന്ന സംഭവങ്ങള്, ഈ ഗിസ്മോ, ഇതൊക്കെ നമുക്ക് ഗിസ്മോ ഗിസ്മോ ഇതിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് അതിന് ബാധിക്കുന്നില്ല. പകരം മറ്റു പല സംഭവങ്ങളും ഈ ഒരു പാർട്ടിലാണ് നിൽക്കുന്നത്. കണ്ടോ, ഈ ലൈറ്റ് ക്യാമറ അടക്കം. അതായത് ലൈറ്റും ക്യാമറ ഒബ്ജക്റ്റ് ഇതിൽ തന്നെയാണ്. പക്ഷെ അത് നമ്മള് ഒരു ഒബ്ജക്റ്റ് ആയിട്ടല്ല ശരിക്ക് വ്യൂ പോർട്ടിൽ. ഇത് ഒബ്ജക്റ്റ് ആണ്, പക്ഷെ ഇത് രണ്ടും ഒബ്ജക്റ്റ് അല്ല. ഇത് ഒരു എന്താ പറയാ, ഓരോ ഫങ്ഷൻ ചെയ്യുന്ന ഓരോ ഐറ്റംസ് ആണ്. സോ ഈ ഐറ്റംസ്
ഇതിൽ നമുക്ക് ഓഫ് ചെയ്യാൻ ഓൺ ആക്കാനൊക്കെ പറ്റും. അപ്പോ ഇതും അത് ഓഫ് ചെയ്യാൻ ഓൺ ആക്കണാണ്. പക്ഷെ ഇത് പ്രൊജക്ട് വൈസിൽ ഓൺ ആക്കണം ഓഫ് ആക്കണാണ്. നമുക്ക് ഈ പ്രൊജക്റ്റില് ക്യാമറാസ് ഒന്നും കാണണ്ടെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഒറ്റ ക്യാമറ നമ്മളിത് കാണൂല. ഓക്കെ, ജസ്റ്റ് കാണായികേ ഉള്ളൂ, അതവിടെ ഉണ്ട്. ഓക്കെ, കാണുന്നില്ല എന്നുള്ളൂ. എന്താ, ക്യാമറയൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്, ക്യാമറ ഉണ്ട് അവിടെ. അതുപോലെ ലൈറ്റ് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഈ വ്യൂ പോർട്ടിൽ ഓഫ് ചെയ്യാം. ഓക്കെ, വിസിബിലിറ്റി ആണ്. നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റില്ല, കാണാനും പറ്റില്ല, പക്ഷെ സംഭവം അവിടെ ഉണ്ട്. ഇനി ലൈറ്റ് അവിടെ ഉണ്ടോ, ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ശരിക്കും ഈ രീതിക്കല്ല നമ്മൾ ഓഫ് ചെയ്യാറ്. പക്ഷെ ഇങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് അവിടെ കത്തോ ഇല്ലേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് ഞാൻ നോക്കിയിട്ടില്ല. വാട്ടവർ, നമ്മൾ ഈ രീതിക്ക് ഒന്നും ഓഫ് ചെയ്യാറില്ല, ഓൺ ആക്കാനും ഇല്ല. നോർമലി നമ്മൾ ഇത് വല്ലാണ്ട് യൂസ് ചെയ്യാറില്ല. സോ അത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അടുത്ത ഞാൻ ഈ കാര്യം നേരത്തെ പറഞ്ഞു, ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. അതിൽ വേറെ ഒന്നും ഓൺ ആക്കില്ല, മൂവ് മാത്രമേ ഞാൻ ഓൺ ആക്കാറുള്ളൂ, റൊട്ടേഷൻ സ്കെയിലും ഓഫ് ആക്കാൻ. പിന്നെ ഇത് ഓവർലേ ആണ്. ഈ ഓവർലേയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിൽ നമുക്ക് ഈ ഫങ്ഷൻസിൽ വരുന്ന എക്സ്ട്രാസിലാണ് ഈ ലൈറ്റും ക്യാമറ വരുന്നത്. ഈ ലൈറ്റ് എക്സ്ട്രാ ഓഫ് ആക്കി കഴിഞ്ഞാൽ ലൈറ്റും ക്യാമറ ഓഫ് ആവും. പിന്നെ സെലക്ട് ഔട്ട്ലൈൻ സെലക്ടഡ്, ഇത് ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ട് ഓക്കെയാണ്. കാരണം ഇത് വേറെ ഒബ്ജക്റ്റ് ആണല്ലോ, ഞാൻ പറഞ്ഞില്ല വേറെ ടൈപ്പ് ഒബ്ജക്ട്സ് ആണ്. പകരം ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്ഷൻ വരുന്നില്ല, കാരണം ഇതിന്റെ ഒരു ഔട്ട്ലൈനിൽ കൂടെ എന്റെ സെലക്ഷന്റെ ലൈന് പോകുന്നുണ്ട്, അത് ഓഫാണ്. പക്ഷെ ഇത് സെലക്ടഡ് ആണ്, അതുകൊണ്ടാണ് ഈ ഒരു പിവറ്റ് പോയിന്റ് അവിടെ വന്നത്. പിവറ്റ് പോയിന്റ് സെലക്ടഡ് ആണെന്നാണ് തെളിയിക്കുന്നത്. പക്ഷെ ആ സെലക്ഷൻ കാണിക്കുന്ന ഒരു ഔട്ട്ലൈൻ ആയിട്ടുള്ള സംഭവം ഉണ്ട്, ആ ഔട്ട്ലൈൻ ആണ് ഇപ്പൊ ഓഫ് ആയത്. ഔട്ട്ലൈൻ സെലക്ടഡ്, അത് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ സെലക്ട് ചെയ്തതിന്റെ ഔട്ട്ലൈൻ വരും. ഇപ്പൊ ഇത് ഞാൻ ഓഫ് ചെയ്യാണ്, ഔട്ട്ലൈൻ സെലക്ടഡ്. ഇതിന് നമുക്ക് കൃത്യമായി വരുന്നത്, പക്ഷെ ഒബ്ജക്റ്റിന് വരുന്നില്ല. ഒബ്ജക്റ്റിന് വരുന്നുണ്ടെങ്കിൽ ഔട്ട്ലൈൻ സെലക്ടഡ് ഓൺ ആയിരിക്കണം. ഓക്കെ, അപ്പോ ഞാൻ ഇപ്പൊ ഇവിടെ കാര്യങ്ങൾ വിശദീകരിച്ചെന്നുള്ളൂ. നമുക്ക് ഇവിടെ ഓഫ് ആക്കാൻ കാര്യമായിട്ട് ഡിഫോൾട്ട് ആയിട്ട് ഓഫ് ആക്കാൻ ഒന്നുള്ളത് ഫ്ലോർ ആണ്. അത് ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഗ്രിഡ് ഉണ്ട്, ഗ്രിഡ് പക്ഷെ ഇങ്ങനെയല്ല വരുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫ്ലോർ ഓഫ് ആക്കാം, ഓൺ ആക്കാം, നിങ്ങൾ ഇഷ്ടം ഡിഫോൾട്ട് ആയിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ. അത് ഇപ്പൊ ഞാൻ എന്തായാലും ഓൺ ആക്കിയിട്ട് ഇടുന്നത്. നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫ് ആക്കാൻ തോന്നുകയാണെങ്കിൽ ഓഫ് ആയിക്കോളും, അത് വലിയ പ്രശ്നമുള്ള കാര്യമില്ല. ഞാൻ ഇടയ്ക്ക് ഓഫ് ചെയ്തിട്ട് വർക്ക് ചെയ്യാറുണ്ട്. നമ്മളൊരു എന്താ പറയാ, പ്രോജക്റ്റിനനുസരിച്ചൊക്കെ നമ്മൾ ഓഫ് ആക്കാം, ഓൺ ആക്കാം. എക്സ്റ്റീരിയർ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓഫ് ചെയ്യലുണ്ട്, ചിലപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്, ഡിപ്പെൻസ് ആണ്. പിന്നെ ഇപ്പൊ ഇതിൽ കാര്യമായിട്ട് ഓഫ് ആക്കാനൊന്നുമില്ല. വേണമെങ്കിൽ സ്റ്റാറ്റിക്സ് ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കാം. അതാകുമ്പോൾ നമ്മളെ പ്രൊജക്റ്റിൽ എത്ര ലൈൻസ് പോളിഗൺസ് ഉണ്ട് എന്നൊക്കെ നമുക്കിവിടെ അറിയാൻ പറ്റും. അത് ഇവിടെ അറിയാൻ പറ്റും. അതുപോലെ താഴെ ഈ ഒരു സ്റ്റാറ്റസ് ബാറിൽ അറിയാൻ പറ്റും. ഇവിടെ നമ്മൾ സ്റ്റാറ്റസ് ബാർ എന്നാ പറയാ, താഴെ ഈ ലൈനിൽ. ഓക്കെ, ഇവിടെ 4.32 എന്നൊക്കെ നിങ്ങൾക്ക് കാണാനില്ലേ അവിടെ. അപ്പോ ഈ സ്റ്റാറ്റസ് ബാറിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ ആഡ് ഓൺസിന്റെ കാര്യം കുറച്ച് പറഞ്ഞില്ലേ, നമ്മൾ അവിടെ എസ് കൊടുക്കേണ്ടതും ആഡ് ഓൺസിന് അപ്ഡേറ്റും ഓൺലൈനൊക്കെ വരുന്ന സംഭവം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ പറയാൻ നോക്കാം. ഇപ്പൊ ഏകദേശം അത്യാവശ്യം സമയമായി. എനിവേ, ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് അത്യാവശ്യം സമയം എടുക്കും. പിന്നെ പ്രത്യേകിച്ച് ബ്ലെൻഡർ ആയതുകൊണ്ട് എനിക്ക് ഇത്രയും നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരല്ലാതെ വേറെ മാർഗ്ഗമില്ല. കാരണം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കേട്ട് സ്റ്റാർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടിത്തറ തെറ്റിപ്പോകും. അടിത്തറ തെറ്റിയാൽ പിന്നെ എല്ലാം പാടും. അപ്പൊ അതൊന്നും ഉണ്ടാവാതെ ബേസ്മെന്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത് നമ്മൾ എഞ്ചിനീയറിംഗും ആർക്കിടെക്റ്റും ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മളൊരു മേഖലയാണല്ലോ. ഇതിൽ നമുക്ക് പ്ലാൻ എത്ര ഇമ്പോർട്ടന്റ് ആണ്, ഫൗണ്ടേഷൻ എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ക്ലിയർ ആക്കണം, എന്നിട്ട് നമ്മൾ പഠിക്കുമ്പോഴേന് എല്ലാം മനസ്സിലേക്ക് ക്ലിയർ ആയി കയറുള്ളൂ. സോ ഫൗണ്ടേഷൻ എന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ ക്ലിയർ ആക്കി തരികയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ കാര്യങ്ങളാണ് ജിയോമെട്രി, വയർ ഫ്രെയിം വേണമെങ്കിൽ ഓണാക്കാം. പക്ഷെ ഇതൊക്കെ അഡീഷണൽ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ തൽക്കാലം ഇപ്പോൾ പറയുന്നില്ല അതിനെ കുറിച്ചിട്ട്. ഫേസ് ഓറിയന്റേഷൻ ഓണാക്കണമെങ്കിൽ ഓണാക്കാം, അതൊക്കെ ഞാൻ എന്താന്ന് പിന്നീട് പറയാം. പിന്നെ ഇപ്പൊ ഇത്ര ഓണാക്കി കഴിഞ്ഞാൽ മതി. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഓണാക്കിയാൽ മതി. പിന്നെ ഇത് നമ്മളെ ആക്സിസ് ആണ്, ZX. ഇത് നമുക്ക് സെഡും കൂടി ക്ലിക്ക് ചെയ്ത് തന്നാൽ ബ്ലൂ ലൈനും കൂടി വരും. ഇത് ഈ രണ്ട് ലൈനും വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൂന്നോട് ഓഫ് ചെയ്താൽ അതും പോകും. എവിടെ, നമ്മൾ ഓവർലേയിൽ ZX Y ഒക്കെ ഓഫ് ചെയ്താൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ രണ്ടും എപ്പോഴും ഇരിക്കട്ടെ, എക്സും വൈയും. ബാക്കി സെഡിന്റെ ആവശ്യം ഇല്ലാണ്ടല്ല. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. പിന്നെ ഇതിൽ നമുക്ക് ഒരു ഇത് വരുന്നുണ്ട് ഷോർട്ട് കട്ട്. Alt Z ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എക്സ്റേ വ്യൂ കാണാൻ പറ്റും. കണ്ട, ഉള്ളിൽ ഇങ്ങനെ കാണാൻ പറ്റും. അത് നമുക്ക് വയർ ഫ്രെയിമിലേക്ക് വന്നാലും കാണാൻ പറ്റും. ഓക്കെ ഓക്കെ അപ്പോ വയർ ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ്റേ ഓൺ അല്ല, അതുകൊണ്ട് നമുക്ക് ഈ പുറത്തെ വയർ ഫ്രെയിം മാത്രമേ കാണുന്നുള്ളൂ. എക്സ്റേ ഓൺ ആയി കഴിഞ്ഞാൽ ഉള്ളത്തെ വയർ ഫ്രെയിമും കാണാൻ പറ്റും. സോളിഡ് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് ഓഫ് ആവുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓൺ ആക്കണം, അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ കൂടി കാണാൻ പറ്റും.
ഓക്കെ. വയർ ഫ്രെയിമിലേക്ക് വന്നാൽ ഓട്ടോമാറ്റിക് ഓൺ ആവുന്നുണ്ട്, സോളിഡ് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓഫ് ആവുന്നുണ്ട്, എക്സ്റേ മോഡ്. ഓക്കെ, ആ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ പറയുമ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കാണാൻ ഏറ്റവും നല്ലത്. റിപ്പീറ്റ് ചെയ്ത് കാണുക. കാരണം കുറെ പോയിന്റ്സ് ഞാൻ അവിടെ ഇവിടെ ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, എനിക്കത് എങ്ങനെ പോയിന്റ് ഔട്ട് പറഞ്ഞു തരണം എന്ന് എനിക്കറിയില്ല. കാരണം അത്രയും ഡൈനാമിക്കും ആണ്, കോംപ്ലക്സ് ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ പറഞ്ഞു തരാനേ ഇപ്പോൾ സാധിക്കുള്ളൂ. പിന്നെ ഇതൊക്കെ നോർമലായിട്ട് തന്നെ ഇരിക്കട്ടെ, വലിയ സീനൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാവിറ്റി ഓൺ ആക്കാം. ക്യാവിറ്റി ഓൺ ആക്കുമ്പോൾ ഈ ഒബ്ജക്റ്റിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. ഈ നമ്മുടെ സോളിഡ് മോഡിലാണ് ക്യാവിറ്റി വരിക. നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ എഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന്, എഡ്ജ് മാത്രമല്ല അതിലിപ്പോ ഒരു കട്ട് വരുന്നു കൂട്ടി. ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യേണ്ട ഈ ഒബ്ജക്റ്റിനെ. ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു രണ്ട് ഈ ഭാഗം ഇവിടെ ഈ ഭാഗം ഞാൻ അങ്ങനെ താത്തി, ഈ ഭാഗവും താത്തി. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, ഒരു കോർണർ ഉണ്ട്, ശരിയല്ലേ? അപ്പൊ ഈ എഡ്ജും കോർണറൊക്കെ എടുത്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാവിറ്റി ഓൺ ആക്കി കഴിഞ്ഞാല് ഇപ്പൊ എഡ്ജ് ഇങ്ങനെ എടുത്ത് കാണാനുണ്ട്, കോർണറും കാണാനുണ്ട്. കോർണർ ഒരു ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട്, എഡ്ജ് ഒരു വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്, ശരിയാണല്ലേ? അതില്ലെങ്കിൽ അത്രയും ഒരു തിക്നെസ് നമുക്ക് ഫീൽ ആവില്ല, കണ്ടല്ലേ? അതാണ് ആ കാര്യം. പിന്നെ അതിന്റെ നമുക്ക് കൂട്ടാനും കുറക്കാനും പറ്റും. ഒരു എഡ്ജ് കൂട്ടി കഴിഞ്ഞാൽ എഡ്ജ് നന്നായിട്ട് കാണാം, കുറച്ചാൽ കുറയും. ഇതൊന്നും വ്യൂ പോർട്ട്, ഇതൊക്കെ റെൻഡറിൽ വരില്ല, വ്യൂ പോർട്ടിൽ മാത്രം. ഓക്കെ, നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഈസി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, അടുത്തത് ഇതുപോലെ വാല്യൂ കൂട്ടി കഴിഞ്ഞാൽ കോർണറും നമുക്ക് കൂട്ടിയും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത സാധനം നമുക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ നോർമലി ബ്ലെൻഡറിൽ ബാക്ക് സ്പേസ് അടിച്ചാൽ റീസെറ്റ് ആവാറുണ്ട്. പക്ഷെ എല്ലായിടത്തും വർക്ക് ചെയ്യാറില്ല, ചിലയിടത്ത് അത് 0 ആയിട്ട് മാറാറുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ബാക്ക് സ്പേസ് അടിച്ചു നോക്കട്ടെ, റീസെറ്റ് ആണ് ആവുന്നത് അത് 0 ആണ് ആവുന്നത് നോക്കാം. ചിലപ്പോൾ ഒന്നും സംഭവിച്ചില്ല എന്ന് വരും. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ബാക്ക് സ്പേസ്. ഓക്കെ, ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അല്ലാത്ത സാഹചര്യത്തിൽ ചില മെറ്റീരിയലൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ റീസെറ്റ് ആയിട്ട് കിട്ടും, പഴയ വാല്യൂലേക്ക് തിരിച്ചു വരും. അത് ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. വേണമെങ്കിൽ ക്യാവിറ്റി ഓൺ ആക്കുക. ഓക്കെ, ക്യാവിറ്റി ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് കിട്ടും നമുക്ക്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ഹാപ്പി ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓൺ ആക്കി ഇടാം. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും ഫയൽ ഡിഫോൾട്ട് സേവ് സ്റ്റാർട്ടപ്പ് ഫയൽ ഓവറൈറ്റ്. ഇനി ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇത്രയും ചെയ്ത കാര്യങ്ങളൊന്നും മിസ്സായിട്ടുണ്ടാവില്ല. അതിനുവേണ്ടി ഞാൻ ക്ലോസ് ചെയ്യാണ്. സ്റ്റാർട്ടപ്പ് ഫയൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഞാൻ ഡോൺ സേവ് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ഡോൺ സേവ് ക്ലിക്ക് ചെയ്തു. ഇനി എൻ്റെ 4.3 ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ എങ്ങനെ വന്നെന്ന് നിങ്ങൾ കണ്ടോ? ഇത് സ്പ്ലാഷ് സ്ക്രീൻ ആണ്, അത് നമ്മൾ മാറ്റി. സ്റ്റാർട്ടപ്പ് ഫയൽ ഞാൻ സേവ് ചെയ്തിട്ട് പോലും ഇല്ല, പക്ഷെ എൻ്റെ സ്റ്റാർട്ടപ്പ് ഫയൽ ഓൾറെഡി സേവ്ഡ് ആണ്. ഞാൻ നേരത്തെ ഇവിടെ ഫയൽ ഡിഫോൾട്ട് സേവ് കൊടുത്തുകൊണ്ട് എൻ്റെ സ്റ്റാർട്ടപ്പ് ഫയൽ ഞാൻ നേരത്തെ എങ്ങനെ വർക്ക് നമ്മൾ ലാസ്റ്റ് ചെയ്ത് വെച്ചത് അതുപോലെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കരുതത് കഴിഞ്ഞു എന്നാണ്, സ്റ്റാർട്ടപ്പ് ഫയലിൽ കഴിഞ്ഞു എന്നാണ്. പക്ഷെ കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾക്ക് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇതില് കൺട്രോൾ ആൾട്ട് സോറി, നമുക്ക് അൺഡു ക്ലിക്ക് ചെയ്യണമെങ്കിൽ അൺഡു കൺട്രോൾ Z തന്നെയാണ്. റീഡു കൺട്രോൾ Y അല്ല, കൺട്രോൾ ഷിഫ്റ്റ് Z ആണ്. കൺട്രോൾ Z, കൺട്രോൾ ഷിഫ്റ്റ് Z. ഓക്കെ, കൺട്രോൾ C ക്ലിക്ക് ചെയ്താൽ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. പക്ഷെ കൺട്രോൾ V ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇതേ സ്ഥലത്ത് തന്നെ പേസ്റ്റ് ആയിട്ടുള്ള, അതുകൊണ്ട് കോപ്പി ചെയ്യാം, അല്ല മൂവ് ചെയ്താൽ അത് അവിടെ വരും. ഞാൻ ഇവിടുന്ന് ഒന്നുകൂടി മാറ്റി വീണ്ടും കൺട്രോൾ V ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത പേസ്റ്റ് വന്ന് ഒക്കെ നടക്കുന്നത്. പക്ഷെ കൺട്രോൾ എക്സ് വർക്കിംഗ് അല്ല, അതായത് കട്ടില്ല, കോപ്പി മാത്രമേ ഉള്ളൂ. ഓക്കെ, കട്ടില്ല, കോപ്പി മാത്രമുണ്ട്. കൺട്രോൾ C ക്ലിക്ക് ചെയ്താൽ വർക്ക് ചെയ്യും, കൺട്രോൾ Z ക്ലിക്ക് ചെയ്താൽ വർക്ക് ചെയ്യും, കൺട്രോൾ എക്സ് ഇല്ല. കൺട്രോൾ എക്സ് ഉണ്ട്, പക്ഷെ അത് ഈ ഫംഗ്ഷൻ അല്ല സംഭവിക്കുന്നത്. കൺട്രോൾ എക്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എഡിറ്റ് മോഡിൽ വന്നിട്ട് കൺട്രോൾ എക്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ മൊത്തം ലൈൻസ് അല്ലെങ്കിൽ നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യും. അതാണ് കൺട്രോൾ എക്സിന്റെ പ്രവർത്തനം, ഡിസോൾവ് ചെയ്യാം. വെറും എക്സ് ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ആക്കാം. ഡിലീറ്റിന്റെ ഷോർട്ട് കട്ടാണ് എക്സ്. നമ്മൾ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും ഡിലീറ്റ് ആവും. എക്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യനോടാണ് ഡിലീറ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻ ചോദിക്കും ആദ്യം. മറ്റേ ഡിലീറ്റ് ബട്ടൺ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്നും ചോദിക്കില്ല, ഡിലീറ്റ് ആയിപ്പോകും. അപ്പൊ നമുക്ക് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ Z ക്ലിക്ക് ചെയ്യാം. ഓക്കെ, തിരിച്ചു വന്നു, ശരിയല്ലേ? എല്ലാം തിരിച്ചു വന്നു, അതാണ് കൺട്രോൾ Z. ഇനി എല്ലാം പോട്ടെ, നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് Z.
ഇപ്പൊ പോണില്ല, കാരണം ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു ഫംഗ്ഷൻ എക്സ്ട്രാ ആഡ് ചെയ്തു, അതുകൊണ്ടാണ്. ഓക്കെ, വാട്ടവർ, അതങ്ങനെ. പിന്നെ നമ്മൾ ഫയൽ സേവ് ചെയ്തിട്ടില്ല, ഫയൽ ഇപ്പോഴും അൺസേവ്ഡ് ഫയലായിട്ടൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് ഒരു സ്റ്റാർ കാണുന്നുണ്ട് നിങ്ങൾക്ക്. ഈ സ്റ്റാറിന്റെ അർത്ഥം അത് ഓട്ടോക്കാഡിലും നിങ്ങൾക്ക് ഈ സ്റ്റാർ കാണാൻ പറ്റും, സ്കെച്ചപ്പിലും കാണാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ 3ds മാക്സിലും കാണും. സ്റ്റാറിന്റെ ഉദ്ദേശം ഇത് സേവ് അല്ല എന്നുള്ള ഒരു വാർണിംഗ് പോലെയാണ്. ഞാൻ അതൊരിക്കൽ സേവ് ചെയ്തെന്ന് കൂട്ടിക്കും. ഞാൻ ഇവിടെ അല്ല, ഇവിടെ ഞാൻ സേവ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഞാൻ സേവ് ചെയ്യാണ്. ഒരു ക്ലാസ് 4 എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തു. ഓക്കെ, ക്ലാസ് 4 ആയിട്ട് സേവ് ചെയ്തു. അപ്പോൾ ഇവിടെ ക്ലാസ് 4 ആയിട്ട് സേവ് ആയിട്ടുണ്ട്. പക്ഷേ സേവ് ഇപ്പോൾ സേവ് ആണ്. ഇനി ഞാൻ എന്തെങ്കിലും ഫംഗ്ഷൻ എക്സ്ട്രാ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവിടെ സ്റ്റാർ വരും. കണ്ടോ, സ്റ്റാർ വന്നു. അതിന്റെ അർത്ഥം ഇപ്പൊ ഞാൻ ചെയ്ത ഫംഗ്ഷൻ ഇവിടെ സേവ് അല്ല, ഈ ഫയല് സേവ് അല്ല. ഞാൻ ഇത് ക്ലോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ലാസ്റ്റ് ചെയ്ത ഫംഗ്ഷൻ സേവ്ഡ് അല്ല എന്നുള്ള ഒരു സൂചകമാണ് ഈ കാണിക്കുന്നത്. അപ്പൊ കൺട്രോൾ S ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർ പോയി. അപ്പൊ സ്റ്റാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നിങ്ങൾക്ക് ഒരു അഡീഷണൽ കാര്യമായിട്ട് പറഞ്ഞു തന്നതാണ്. സോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 1 ആൻഡ് അല്ലെങ്കിൽ 2 അവർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ചെയ്യാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്യാവശ്യം സമയം വേണമായിരുന്നു ഈ ക്ലാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ കുറച്ച് സമയത്തിന്റെ ഇഷ്യൂസും കുറച്ച് ലൈഫിലെ കുറെ തിരക്കും കാര്യങ്ങളും കാരണം കറക്റ്റ് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പിന്നെ വരാൻ പറ്റില്ല. അപ്പോൾ അതാണ് സംഗതി. ഇനി നമുക്ക് വളരെ റെയർ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെ റിമൂവ് ചെയ്യാണ്. ഇപ്പൊ ഇത്രയും കാര്യം നമ്മൾ സ്റ്റാർട്ടപ്പ് ഫയൽ സേവ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി മോഡലിംഗ് പറഞ്ഞ സെക്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ സ്കൾപ്ചറിങ് ഉണ്ട്, യു എഡിറ്റിംഗ് എന്തൊക്കെ വരുന്നുണ്ട്, ആനിമേഷൻ ഒക്കെ വരുന്നുണ്ട്, റെൻഡറിങ്. ഇതൊന്നും നമുക്ക് എല്ലാം ആവശ്യമുള്ളതല്ല. നമ്മൾ സ്റ്റാർട്ടപ്പ് ഫയൽ തുടങ്ങുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഒരു നാലെണ്ണം മതി. ഓക്കെ, അപ്പോ സ്കൾപ്ചറിങ് നമ്മൾ അത്ര യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല. സ്കൾപ്ചറിന് ഉദ്ദേശം മനസ്സിലായോ? നമ്മളെ ഈ ശില്പം ഉണ്ടാക്കുക, കൊത്തുപണി, അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ടുള്ള പരിപാടി, ഇതൊക്കെയാണ് സ്കൾപ്ചറിങ് വരുന്നത്. അപ്പോ നമുക്കത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കാം. ഓക്കെ, ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ടെക്സ്റ്റ് പെയിന്റ് നമ്മളിപ്പം ഡയറക്റ്റ് യൂസ് ചെയ്യാനല്ല. യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ബ്ലെൻഡർ ആർക്ക് വിഷ്വലൈസേഷനിലും ടെക്സ്റ്റ് പെയിന്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളെ ഒരു മെത്തേഡിൽ വല്ലാണ്ട് യൂസ് ചെയ്യാറില്ല. അഡ്വാൻസ് ആയിട്ട് പോകുമ്പോൾ യൂസ് ചെയ്യാം. ഞാനിപ്പോ അഡ്വാൻസ് അല്ലല്ലോ, നമ്മൾ സംസാരിക്കുന്നത് നോർമൽ ബേസിക് ആണ്. സോ നമുക്കിപ്പോ ഇതൊന്നും ആവശ്യമില്ല, ഡിലീറ്റ് കൊടുത്തു. ഷെയ്ഡിങ് നമുക്ക് ആവശ്യമുള്ളതാണ്, പക്ഷെ ഷെയ്ഡിങ് ഓക്കെ നിങ്ങൾ ഇവിടെ നിർത്തിക്കോ, കുഴപ്പമില്ല, കളയണ്ട. നമ്മൾ ഓൾറെഡി ഇവിടെ ഷെയ്ഡിങ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ തന്നെ വേണമെങ്കിൽ ഷെയ്ഡിങ് ഒക്കെ ഇവിടെ തന്നെ ചെയ്യും, എല്ലാം ഇവിടെ തന്നെ ചെയ്യാവുന്നതന്നെ ഉള്ളൂ. പക്ഷെ ഇനി വേറെ ലേഔട്ടിൽ പോയിട്ട് ചെയ്യണമെന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഷെയ്ഡിങ് ചെയ്യാം, താല്പര്യം ഉണ്ടെങ്കിൽ. സംഭവം ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന, ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് കൂട്ടിക്കോ. ഇവിടെ ഞാനൊരു ക്യൂബ് അല്ലെങ്കിൽ ഒരു കോണ കൊണ്ടുവച്ചു. ഈ കോണ നമ്മൾ ഇവിടെ പോയാലും സെയിം സംഭവം തന്നെ വരുന്നത്. കണ്ട, കോണ ഇവിടെ ഉണ്ട്, ഇതിന്റെ തന്നെയാണ് നമ്മൾ ഇവിടെ എഡിറ്റ് ചെയ്യുന്നത്. അത് ഇവിടുന്ന് എഡിറ്റ് ചെയ്താലും ഇവിടുന്ന് എഡിറ്റ് ചെയ്താലൊക്കെ സെയിം തന്നെ. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ തന്നെ വെക്കാം, ഷെയ്ഡ് എഡിറ്റർ മാറ്റുന്നില്ല. ഈ ലേഔട്ടോടെ ഇരിക്കട്ടെ. ആനിമേഷൻ പാർട്ട് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ മൈനസ് ഡിലീറ്റ് കൊടുത്തു. റെൻഡറിങ് പാർട്ട് അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഇരിക്കട്ടെ, കുഴപ്പമില്ല. കോമ്പോസിഷനും ഞാൻ പറയുമ്പോൾ അത്ര അത്യാവശ്യമുള്ളതൊന്നല്ല. ഓക്കെ, ഇനിയുള്ളത് സ്ക്രിപ്റ്റിംഗ് മാത്രമേ ഒഴിവാക്കുന്നുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഇരുന്നോട്ടെ, പ്രശ്നമില്ല. ജിയോമെട്രിനോട് എന്താന്ന് പിന്നെ പറയാൻ വരുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവാനും പോണില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഓക്കെ, അല്ലാത്തവർ ഇപ്പൊ ഞാൻ തൽക്കാലം പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ബാക്കി സ്ക്രിപ്റ്റിങ്ങും ഞാൻ ക്ലോസ് ചെയ്തു. സ്ക്രിപ്റ്റിംഗ് ഒക്കെ നമുക്ക് പിന്നീട് പറയാം. സോ ലേഔട്ട് മാത്രം ഇപ്പൊ നമ്മൾ മെയിൻ ഏരിയ, അതുകൂടാണ്ട് മോഡലിംഗ്, ഇത് രണ്ടും നമുക്ക് ഓക്കെയാണ്. ഓക്കെ, മോഡലിംഗും ലേഔട്ടും നിങ്ങൾക്ക് ഇത് രണ്ടിലേതിലും വർക്ക് ചെയ്യാം. ഇതാകുമ്പോൾ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ലേഔട്ട് ആണെങ്കിൽ ഒന്നുകൂടി നമ്മൾ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതായാലും മതി അത്യാവശ്യം. പിന്നെ ഇവിടെ നമുക്കൊരു വ്യൂ പോർട്ടിന്റെ ആവശ്യം കിട്ടാം. അത് ഞാൻ ഇവിടെ ഈ ഇവിടെ ഒരു പ്ലസ് വരുന്നുണ്ട്, ഒരു കോർണറിൽ ക്ലിക്ക് ചെയ്ത് പ്ലസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വ്യൂ പോർട്ടും ഒരു ഷെയ്ഡ് എഡിറ്ററും ആണ്. അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ നമ്മൾ അസറ്റ് ലൈബ്രറി കൊണ്ടുവന്നതാണെങ്കിൽ, ഇവിടെ അസറ്റ് ബ്രൗസർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഷെയ്ഡ് എഡിറ്ററിന്റെ ആവശ്യമുണ്ട്, ചെറുത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഷെയ്ഡ് എഡിറ്റർ ആക്കുന്നു. ഷെയ്ഡ് എഡിറ്റർ ആയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വ്യൂ പോർട്ട് ആവശ്യമുള്ളൂ. ഇത് റെൻഡറിങ്ങിന്റെ ഏരിയയാണ്, ഇത് നമ്മളെ മോഡലിംഗിന്റെ ഏരിയയാണ്. അപ്പോൾ റെൻഡറിങ്ങിന്റെ ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഒരേപോലെ വേണമെന്നില്ല. അപ്പോൾ റെൻഡറിങ്ങിന്റെ ഭാഗത്തേക്ക് ഞാൻ വന്നു. ഇവിടെ റെൻഡറിങ് നടക്കുന്നുണ്ട്, ഇവിടെ നോർമൽ വർക്കിംഗ് നടക്കുന്നുണ്ട്, ശരിയല്ലേ?
അപ്പൊ എനിക്ക് ഈ സ്റ്റാറ്റിക്സ്, ഇത് സ്റ്റാറ്റിക്സ് ആണ്, എന്തൊക്കെ നമ്മളെ ഫയലിൽ ഉണ്ടെന്ന് കാണിക്കുന്ന സ്റ്റാറ്റിക്സ്. ഇത് ഇവിടെ നമുക്കൊരു അരോചകമായിട്ട് തോന്നുന്നില്ലേ, അരോസരം എന്താ നമ്മൾ പറയാ, ഒരു ഡിസ്റ്റർബൻസ്. അപ്പൊ അത് ഒഴിവാക്കണം. അത് നമ്മൾ ഇവിടുത്തെ ഇതിൽ വന്നിട്ട് ഓഫ് ചെയ്യാം, ഓവർലേയിൽ സ്റ്റാറ്റിക്സ് ഓഫ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ സെലക്ട് ചെയ്യണത് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്, അത് കാണുന്നുണ്ടോ, റെൻഡറിൽ സെലക്ട് ചെയ്യാൻ കാണുന്നുണ്ടോ? കാണേണ്ട ആവശ്യമില്ലെങ്കിൽ, സത്യം പറയണമെങ്കിൽ ഇതിൽ ഒന്നും നമുക്ക് ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ. അപ്പൊ ഇത് ഓവർലേ തന്നെ ഡിലീറ്റ് ചെയ്യാം, ഡിലീറ്റ് അല്ല ഡിസേബിൾ ചെയ്യാം. ഇനി ക്ലിക്ക് ചെയ്തിട്ട് അത് ഓഫ് ചെയ്തു. ഇപ്പൊ ഓവർലേ അല്ല. പിന്നെ ഈ ഗിസ്മ നമുക്കൊരു ബുദ്ധിമുട്ടില്ലേ, ഇവിടെ കാണുമ്പോൾ, ഇവിടെ ഓക്കെ, ഇവിടെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലേ, അപ്പൊ അതും ഓഫ് ചെയ്യണം. അപ്പൊ ഇവിടെ വരിക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മൂവ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ തന്നെയാണ് ഓഫ് ചെയ്യുക. അപ്പൊ ഇനി ഒരു ഗിസ്മ അവിടെ കാണാൻ പോകുന്നില്ല. കംപ്ലീറ്റ്ലി ക്ലീൻ ആയിട്ടുണ്ട് അത്യാവശ്യം. ഓക്കെ, അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മെനു ആണ് പിന്നെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഈ ഒരു സംഗതി ഇത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോ രണ്ട് രീതിക്ക് ചെയ്യാൻ പറ്റും. ഓഫ് ചെയ്യാൻ പറ്റില്ല, പിന്നെ വേറൊരു രീതിക്ക് നമ്മളൊരു വ്യൂ പോർട്ട് കൊണ്ടുവരുന്ന പരിപാടി ഉണ്ട്, ഒരു പുതിയ വിൻഡോ ആക്കിയിട്ട്. അപ്പൊ നമുക്ക് ഇതൊന്നും അല്ലാണ്ട് ജസ്റ്റ് പ്ലെയിൻ ഒരു റെക്റ്റാങ്കിൾ പോലെ ഈ ഭാഗം കാണാം. ഇപ്പൊ ഞാൻ ഒന്ന് ശ്രമിച്ചോട്ടെ, Ctrl+Alt+0. യെസ്, ഇപ്പൊ സംഗതി പോയിട്ടൊക്കെ ഉണ്ട്, കണ്ട ഇവിടെ എല്ലാം പോയി. പക്ഷെ ഈ ഒരു വ്യൂ പോർട്ട് വലുതായി. വ്യൂ പോർട്ട് വലുതായി, പക്ഷെ നമുക്ക് ചെറിയ വ്യൂ പോർട്ട് മതിയല്ലോ, ഇത്രയും വലിയ റെൻഡറിങ്ങിന്റെ ഭാഗം. അപ്പൊ ബാക്കിയുള്ളൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ലോ. അപ്പൊ Ctrl+Alt+0 ക്ലിക്ക് ചെയ്ത് ഞാൻ ചെറുതാക്കി. പക്ഷെ ഈ സംഗതി അവിടെ ഉണ്ടാവും, നമുക്ക് ഒരിക്കലും അങ്ങനെ അത് കളയാൻ പറ്റില്ല. സോ അതവിടെ ഇരുന്നോട്ടെ. പിന്നെ ഈ ഒരു ഭാഗം കളയാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് വ്യൂവിൽ വന്നിട്ട് ടൂൾ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ടൂൾ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. ഈ ലാസ്റ്റ് അഡ്ജസ്റ്റ് ലാസ്റ്റ് ഓപ്പറേഷൻ എന്ന സംഭവമുണ്ട്, അത് ഇതാണ്. നമ്മൾ എന്തെങ്കിലും ഫങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ലാസ്റ്റ് ഒരു മെനു പോലെ വരും. നമ്മൾ എന്ത് ചെയ്തോ അതിന്റെ ഒരു മെനു വരും. മൂവ് ചെയ്താൽ മൂവ് വരും. പിന്നെന്താ വേറെ എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്താൽ റൊട്ടേറ്റിന്റെ സംഗതി വരിക. അപ്പൊ ഇത് അഡ്ജസ്റ്റ് ലാസ്റ്റ് ഓപ്പറേഷൻ എന്ന സംഗതിയാണ്. അത് ഇവിടെ വരണോ വേണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ അത് ഇവിടെ ഓൺ ആയിട്ട് കാണുന്നുണ്ട്, പക്ഷെ ഓപ്പറേഷൻ വരുന്നില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ ഇത് ഓഫ് ചെയ്തുകൊണ്ടായിരിക്കും കാണാത്തത്. അതും ഞാനിവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം. അത് ഓൺ ആണെങ്കിലും അപ്പോൾ വരുന്നുണ്ട്, കണ്ട റൊട്ടേറ്റ്. അത് നമുക്ക് ആവശ്യമില്ല. സോ ഞാൻ അഡ്ജസ്റ്റ് ലാസ്റ്റ് ഓപ്പറേഷൻ ഇവിടെ ഓഫ് ചെയ്ത്, ഇവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ വ്യൂവിൽ അത് ഓൺ ആണ്, ടൂൾ സെറ്റിംഗ്സ് ഒക്കെ ഓൺ ആണ്, ഇവിടെ എല്ലാം ഓൺ ആണ്, ഇവിടെ എല്ലാം ഓഫ് ആണ്. ഓക്കെ, നമുക്കിവിടെ റെൻഡർ മാത്രം കണ്ടാൽ മതിയല്ലോ. അപ്പൊ ഇതാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഈ വ്യൂ പോർട്ടിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ സംസാരിച്ചു തന്നെയാണ്, ഇത് നമ്മുടെ ഒബ്ജക്റ്റ് സെലക്റ്റഡ് ആണെങ്കിൽ അതിന്റെ മെറ്റീരിയലും എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ട്. ഇപ്പൊ നിലവിൽ ഒരു മെറ്റീരിയലും കോണ്ടങ്ങളില്ല. ഇപ്പൊ ഞാനൊരു ന്യൂ കൊടുത്താൽ ഒരു പുതിയ മെറ്റീരിയൽ വരും. അത് എന്താ ഏതാന്നുള്ളതൊന്നും ഇപ്പൊ നിലവിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല, കളറും കാര്യങ്ങളൊന്നും മാറ്റിയില്ല. വേണമെങ്കിൽ ഒരു കളർ റെഡ് ആക്കി. നമ്മളെ സോളിഡ് മോഡിൽ ഇപ്പൊ കളറൊന്നും കാണൂല, കാരണം നമ്മൾ ആ ഒരു സോളിഡ് മോഡിലാണ്. പക്ഷെ റെൻഡർ മോഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ പുതിയ മെറ്റീരിയൽ ഉണ്ടാക്കിക്കൊണ്ട് നമ്മളെ ഇവിടെ ഷെയ്ഡ് എഡിറ്ററിൽ ആ സംഗതി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു ഇമാജും കൂടി അഡീഷണൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇനി കണക്ട് ചെയ്തിട്ട് ഒരു ഇമാജ് കൊടുക്കണം. ഇമാജ് ടെക്സ്ചർ കൊടുക്കണം. ഇമാജ് ടെക്സ്ചർ ഫസ്റ്റ് തന്നെ. അപ്പൊ അത് പിങ്ക് ആയി മാറിയിട്ടുണ്ട്, കാരണം ഇപ്പൊ നിലവിലൊരു ഇമാജ് അവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരു ഇമാജ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്യാണ്. അപ്പൊ എന്തോ ഒരു ഇമാജ് ഇതിൽ ലോഡ് ആയിട്ടുണ്ട്, ഒരു കാറോ എന്തോ ഒരു താറ് വണ്ടിയാണ്. അപ്പോ അത് ആണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇതിന്റെ അഡീഷണൽ ട്രാൻസ്ഫോർമേഷൻ, ഇത് എങ്ങനെ തിരിക്കണമോ, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. റഫ്നെസ് അഡ്ജസ്റ്റ് ചെയ്യുക, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം, ഇവിടെ എഡിറ്റ് ചെയ്യാം. അപ്പൊ അതിനൊരു ചെറിയൊരു ഷെയ്ഡ് എഡിറ്റർ ആണിത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഷെയ്ഡ് എഡിറ്റർ കൊണ്ടുവരാം, രണ്ടിലും ഒരേ സമയം ഷെയ്ഡ് എഡിറ്റർ കൊണ്ടുവരാം. ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ വർക്ക് ചെയ്യാം. ഇത് വലുതാക്കിയിട്ട് വർക്ക് ചെയ്യാം, പിന്നെ ചെറുതാക്കാം, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് എല്ലാം അങ്ങനെ കാണിച്ചു തരികയാണ്. അപ്പൊ ഞാൻ ഫയൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ അതിന് കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളായിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുണ്ട്. ഇപ്പൊ ഇത് ഷോർട്ട് കട്ട്സ് ആണ് ഇനി മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇപ്പൊ കുറെ കാര്യങ്ങൾ ചെയ്തല്ലോ. ഇതിപ്പോ ഞാൻ സ്പേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാണ്ട ഇവിടെ ഇങ്ങനെ ഒരു FBX റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ആനിമേഷന്റെ ഭാഗമായിട്ട് നമ്മളെ ഈ ഒരു സംഗതിയാണത്. ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഈ വീഡിയോയിലും കൂടി നമുക്ക് വീണ്ടും ആവർത്തിക്കാം. ഈ ടൈം ലൈനിലെ ഈ ഒരു സംഗതിയാണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെ FBX, നമ്മളെ ഫ്രെയിം പെർ സെക്കൻഡ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കാണിക്കുകയാണ്. അപ്പൊ ഇത് നമുക്ക് സ്പേസ് അടിക്കുമ്പോഴാണ് ഈ സംഗതി വരുന്നത്. നമ്മുടെ സ്പേസ് ബട്ടൺ ഇതുമായിട്ട് അസൈൻഡ് ആണ് ഈ ഷോർട്ട് കട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓഫ് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് കൊടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് കൊടുക്കുക. ഇതിലെല്ലാം നമ്മൾ റിമൂവ് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് കൊടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് കൊടുക്കുക, വീണ്ടും
ഇതിൽ 2 തവണ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യണം കേട്ടോ. കാരണം ഈ ഫംഗ്ഷൻ ഇവിടെ 2 അസൈൻ വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇവിടെ ഓക്കെ, ഇതൊക്കെ നമ്മൾ കളഞ്ഞു, ഇത് വീണ്ടും കളഞ്ഞു, ഇത് 2 വട്ടം കളഞ്ഞു. കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു 2 എണ്ണത്തിന് 2 തവണ കളയേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഈ ലാസ്റ്റത്തേന് ഒരു തവണ. ഓക്കെ ഓക്കെ, എല്ലാതും ക്ലിയർ ആണെന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് വെക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിമൂവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിമൂവ് കൊടുക്കാം. 3 വട്ടം ഞാൻ ക്ലിക്ക് ചെയ്തു ഇതിന് മുകളിൽ മാത്രം. ഓക്കെ, എനിവേ ഇതെല്ലാം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇതിലൊന്നും ഒരു ഷോർട്ട് കട്ട് ഇല്ല. ഞാൻ സ്പേസ് ക്ലിക്ക് ചെയ്ത് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ സ്പേസ് നമ്മൾ ഇടയ്ക്ക് അറിയാണ്ട് ക്ലിക്ക് ചെയ്യുന്ന ബട്ടണാണ്. അപ്പോൾ സ്പേസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഗതി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മുടെ ടൈം ലൈനർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ വർക്കിൽ ഈ FBX ഒന്നാമത് ഹാങ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോഴൊന്നും വരില്ല, പക്ഷെ വലിയൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്പെക്ക് കുറവാണെങ്കിൽ പ്രത്യേകിച്ച് ഈ സംഗതി റൺ ആവുമ്പോൾ നിങ്ങളുടെ വർക്ക് സ്ലോ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഓഫ് ചെയ്യുന്നത്. ഈ ഒരു പ്ലെയർ ഇത് നമുക്ക് അതിൽ അത്യാവശ്യമില്ല. അത് നമ്മൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്താൽ മതി ആവശ്യത്തിന്. അതായത് സ്പേസ് ബട്ടൺ അമർത്തി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ ഒരു ആനിമേറ്റർ അല്ലല്ലോ. ആനിമേറ്റർ ആണെങ്കിൽ നമുക്ക് അസൈൻ ചെയ്തിട്ട് ഒരു സ്പേസ് ബട്ടന്റെ ഷോർട്ട് കട്ട് കൊടുക്കാം. നമ്മൾ ആനിമേറ്റർ അല്ലല്ലോ, നമ്മൾ ആർക്ക് വിഷ്വലൈസേഷൻ ആണ്. ഫുൾ എപ്പോഴും ആനിമേഷൻ ചെയ്യുന്നില്ല, ആവശ്യങ്ങൾക്ക് മാത്രമേ ആനിമേഷൻ ചെയ്യുന്നു. സോ നമുക്ക് ഇങ്ങനെ ഒരു ഷോർട്ട് കട്ടിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാനത് റിമൂവ് ചെയ്ത്. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് കട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി സ്റ്റാർട്ടപ്പ് ഫയൽ സേവ് ചെയ്യണം. അതിന് മുന്നേ ഞാൻ വീണ്ടും അസറ്റ് ബ്രൗസറിലേക്ക് വരുന്നു, ഫയൽ വരുന്നു, എക്സ്റ്റേണൽ സ്റ്റാർട്ട് ഡിഫോൾട്ടിൽ വന്ന് സേവ് സ്റ്റാർട്ടപ്പ് കൊടുക്കുന്നു, ഓവർ റൈറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ സ്പേസ് ബട്ടൺ വർക്കിംഗ് അല്ല, സ്പേസ് ബട്ടൺ നമ്മൾ ഓഫ് ചെയ്തിട്ടാണ്. ഇനിയും അഡീഷണൽ കാര്യങ്ങൾ പറയാനുണ്ട് ആക്ച്വലി. അതായത് നമുക്ക് എക്സ് റിവ്യൂക്ക് വരാൻ കൺട്രോൾ ഷിഫ്റ്റ് എക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താ പറയുക, നമ്മളെ ഈ ഒരു വയർ ഫ്രെയിം മോഡിലേക്ക് വരുമല്ലോ. നമ്മളെ ഈ ഒരു വയർ ഫ്രെയിം പ്ലസ്, കാരണം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അതിന് നമ്മൾ ഷിഫ്റ്റ് എക്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡിലീറ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷോർട്ട് കട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എക്സ്റേ മോഡ് സെറ്റ് ചെയ്യണം. അത് കറക്റ്റ് പറയുകയാണെങ്കിൽ വ്യൂ പോർട്ടലാണോ, അതിപ്പോ നമുക്കൊന്ന് നോക്കിയിട്ട് തന്നെ പറയേണ്ടി വരും. എനിക്ക് തോന്നുന്നു അവിടെ അല്ല, എനിക്ക് തോന്നുന്നു ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് യെസ്, നമ്മൾ ഈ വയർ ഫ്രെയിമിലേക്ക് വരണമെങ്കിൽ അല്ല, ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നാലും മതി. അപ്പോൾ പക്ഷെ ഇത് വർക്കിംഗ് അല്ല, അത് ഓൺ ആക്കണം. ഞാൻ എൻ്റെ 4.3 ഒന്ന് ലോഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഏത് ഷോർട്ട് കട്ടാണ് യൂസ് ചെയ്യുന്നത് നോക്കാനാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരികയാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 2 എടുത്ത് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ കൺട്രോൾ ഷിഫ്റ്റ് എക്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് യെസ്, ഓക്കെ സോളിഡ് മോഡിൽ നമുക്ക് എക്സ്റേ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല, ഞാൻ അവിടെ കാണിച്ചു തരാം. കൺട്രോൾ ഷിഫ്റ്റ് എക്സ്. ഓക്കെ, അതായത് ഈ കാണുന്ന സംഭവം നമ്മൾ വയർ ഫ്രെയിമിൽ വന്നാൽ നമുക്ക് ഉള്ളും കാണാൻ പറ്റും, വയർ ഫ്രെയിമിൽ കാണാൻ പറ്റും. പക്ഷെ അതേ സാധനം നമ്മൾ ഇവിടെ സോളിഡ് മോഡിൽ ഉള്ളു കാണുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഉള്ളും കാണാം, ഇതും കാണാം. പക്ഷെ എനിക്ക് ഇതിങ്ങനെ എപ്പോഴും വന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്യാതെ ഷോർട്ട് കട്ട് സെറ്റ് ചെയ്യണം. അതിനാണ് ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നത്. ഈ ഒരു ഒബ്ജക്റ്റിന് ഈ ഒരു ഐക്കണിനോട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് ഷോർട്ട് കട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ നിലവിൽ എന്തോ ഷോർട്ട് കട്ട് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ആൾട്ട് സെഡ് ആണ്. ആൾട്ട് സെഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആൾട്ട് സെഡ് യൂസ് ചെയ്തിട്ട് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇപ്പൊ മാറ്റേണ്ട ആവശ്യമില്ല, ആൾട്ട് സെഡ് ക്ലിക്ക് ചെയ്താൽ മാറ്റി. ഞാനിപ്പോ ശീലിച്ചു വന്നത് കൺട്രോൾ ഷിഫ്റ്റ് എക്സ് ആണ്. കൺട്രോൾ ഷിഫ്റ്റ് എക്സ് അത് ക്ലിക്ക് ചെയ്താൽ ഇതാണ് വരുന്നത്. അപ്പൊ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ഷോർട്ട് കട്ട് കൊടുത്തു, കൺട്രോൾ ഷിഫ്റ്റ് എക്സ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ആൾട്ട് സെഡ് ക്ലിക്ക് ചെയ്താൽ ഇത് വരുന്നില്ല, പകരം കൺട്രോൾ ഷിഫ്റ്റ് എക്സ് ക്ലിക്ക് ചെയ്താൽ അത് വരും. ഓക്കെ, നമ്മളെ ഇത് ഓഫ് ആയിട്ടുണ്ടാവും സ്ക്രീൻ കാസ്റ്റ്. ഓക്കെ, സോറി, നിങ്ങൾക്ക് ഇത്രയും കുറച്ച് നേരം ഇപ്പോൾ ഞാൻ എന്താ ടൈപ്പ് ചെയ്തൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ കൺട്രോൾ ഷിഫ്റ്റ് എക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഗതി നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതങ്ങനെ സേവ് കൊടുത്തു. ഇപ്പൊ ഈ ഫംഗ്ഷനൊക്കെ സേവ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം ഷോർട്ട് കട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഷോർട്ട് കട്ട് റിമൂവ് ചെയ്യേണ്ട റിമൂവ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാർട്ടപ്പ് ഫയൽ ഒന്നും സേവ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇനി ആഡ് ഓൺ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. ആഡ് ഓൺ ഇൻസ്റ്റാളേഷൻ എനിക്ക് തോന്നുന്നത് ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണോ അടുത്ത വീഡിയോ പറയുന്നതാണ്. എനിവേ ഒരു ആഡ് ഓൺ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കാം. നമ്മൾ എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ, പ്രിഫറൻസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആഡ് ഓൺസ് വന്ന സെക്ഷൻ ഉണ്ട്, അതുപോലെ ഗെറ്റ് എക്സ്റ്റൻഷൻ വന്ന സെക്ഷൻ ഉണ്ട്. ഈ എക്സ്റ്റൻഷൻ നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു എസ് ഓറിന് ക്വസ്റ്റ്യൻ പോലെ ഉണ്ടാവുക, എലോ ആക്സസ് ഓൺലൈൻ തൊട്ടാണ്. അല്ല, എലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതൊക്കെ കിട്ടുക.
അപ്പൊ നമ്മളെ ബ്ലെൻഡറിന്റെ ഒരു എക്സ്റ്റൻഷൻ വെയർ ഹൗസ് വൺ സൈറ്റ് ഉണ്ട്. എക്സ്റ്റൻഷൻ നമ്മൾ 3D സ്കെച്ചപ്പിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ബ്ലെൻഡറിന്റെ ഒരു എക്സ്റ്റൻഷൻ സൈറ്റ് ഉണ്ട്. അതിലുള്ള എക്സ്റ്റൻഷൻസ് എല്ലാം ഇവിടെ വരും. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതൊക്കെ ഇങ്ങനെ വരും. ഇടയ്ക്ക് അപ്ഡേറ്റ് ചോദിക്കും. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് കൊടുത്താൽ മതി. അതാണ് ഇതിന്റെ കാര്യം. പിന്നെ ആഡ് ഓൺസ് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ഓൺലൈനിലുള്ളത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പുറമെ നമുക്ക് എവിടെന്നെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആഡ് ഓൺസ് വരിക, അല്ലെങ്കിൽ എക്സ്റ്റൻഷനിൽ തന്നെ നിൽക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഈ ഒരു ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ അവൈലബിൾ അപ്ഡേറ്റ്സ്, ഞാൻ പറഞ്ഞ പോലെ അപ്ഡേറ്റ്സിനാണ് ഇൻസ്റ്റാൾ ഫ്രം ഡിസ്ക് കൊടുക്കുക. ഡിസ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളതിലുള്ള ആഡ് ഓൺസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ മൂന്ന് ആഡ് ഓൺ അല്ല, ഈ ഫസ്റ്റ് എടുക്കുന്ന ആഡ് ഓൺ ആണ്. അല്ലെങ്കിൽ ഞാൻ വേറെ ആഡ് ഓൺ എടുക്കാം. അതിലിപ്പോ ബ്ലെൻഡർ അസറ്റ്സ്, ബ്ലെൻഡർ ആഡ് ഓൺസ്, ഫസ്റ്റ് ബ്ലെൻഡർ ആഡ് ഓൺസ് ഉണ്ട്. ഇതിലിപ്പോ ബെഗാപ്പൈ പറഞ്ഞൊരു ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്യാം. ബെഗാപ്പൈ അല്ലെങ്കിൽ ഡ്രോപ്പ് ഇറ്റ് എടുക്കാം. ഡ്രോപ്പ് ഇറ്റ് കൊടുത്തു. ഡ്രോപ്പ് ഇറ്റ് ഇൻസ്റ്റാൾ ഡ്രോപ്പ് ഇറ്റ്. അപ്പോൾ ഡ്രോപ്പ് ഇറ്റ് ഇൻസ്റ്റാൾ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ ഡ്രോപ്പ് ഇറ്റിൽ വന്നോക്കെ DROP ഡ്രോപ്പ് ഇറ്റ് ഇവിടെ എവിടെയും കാണാനില്ല. ഓക്കെ, അത് ഗെറ്റ് എക്സ്റ്റൻഷനിൽ വന്ന് സെർച്ച് ചെയ്തുകൊണ്ടാണ് ഇവിടെ കാണാത്തത് കേട്ടോ. ഞാൻ ആഡ് ഓൺസ്, കാരണം ഗെറ്റ് എക്സ്റ്റൻഷൻ ഞാൻ പറഞ്ഞത് ഇൻസ്റ്റാൾ ഓൺലൈനിൽ നിന്നാണ്. ഇതിൽ നമുക്ക് നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തൊന്നും ഇവിടെ വരില്ല. അത് ആഡ് ഓൺസിൽ വരുള്ളൂ. അപ്പൊ ഞാൻ ആഡ് ഓൺസിലേക്ക് തന്നെ വന്ന് എന്നിട്ട് ഞാൻ ഡ്രോപ്പ് ഇറ്റ് ടൈപ്പ് ചെയ്തു. അപ്പൊ ഡ്രോപ്പ് ഇറ്റ് എനിക്ക് കാണാൻ പറ്റും, കാരണം ഇത് കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ആഡ് ഓൺസ് ആണ് ഇവിടെ വരിക. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ബ്ലെൻഡർ കിറ്റ് പറഞ്ഞിട്ടുള്ള, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്. അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ബ്ലെൻഡർ കിറ്റ് പറഞ്ഞിട്ട് ആഡ് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിപ്പോൾ എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ടാണ് ഞാൻ ടിക്കറ്റ് ഒക്കെ വന്നത്. ഇതുണ്ട്, ഇതാണ് ബ്ലെൻഡർ കിറ്റ്. പിന്നെ നമ്മൾ നേരത്തെ ഒരു ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്തല്ലോ, അത് എങ്ങനെ ഫങ്ഷൻ, അതിന്റെ ഫങ്ഷൻ എന്താണെന്ന് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇത് ഒരു കോണാണ്, ഇതൊരു പ്ലെയിൻ ആണ്. ഇത് ഞാൻ ഇങ്ങനെ സ്കെയിൽ അപ്പ് ചെയ്ത് വെച്ച് അടിയിലൊരു ടാബ്ലോ പോലെ, ഇതൊരു കോണാണ്. ഇനി ഇതിനെ ഞാനൊന്ന് സ്കെയിൽ അപ്ലൈ ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യാൻ സ്കെയിൽ അപ്ലൈ ചെയ്തു. ഇതും ഞാൻ വേണമെങ്കിൽ ഒന്ന് സ്കെയിൽ അപ്ലൈ ചെയ്യണം, നല്ലതാണ്. ഇനി ഇതിനെ ഞാൻ നമ്മുടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഇറ്റ് പറഞ്ഞൊരു ഇത് വന്നിട്ടുണ്ട്. ഇത് ആദ്യം ഉണ്ടാവില്ല. ഓക്കെ, ഈ രണ്ടും ഇപ്പോൾ വന്നതാ. ഈ സെലക്ടഡ് മോഡൽ എന്ന് പറഞ്ഞ സംഭവം ബ്ലെൻഡർ കിറ്റിന്റെ ആണ്. ഈ ഐക്കൺ കണ്ടില്ലേ, ഇത് ബ്ലെൻഡർ കിറ്റിന്റെ ആണ്. ഓക്കെ, ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് അസറ്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനും മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഫ്രീ ഉള്ളതുണ്ട്, സബ്സ്ക്രിപ്ഷൻ കൊടുത്താൽ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഐ മീൻ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അൺലോക്ക് ആയി മാറും. പിന്നെ അല്ലാതെ നമുക്ക് കുറെ ഫ്രീ ഉള്ളത്, ഇതൊക്കെ ഫ്രീ ആണ്. ഇതൊക്കെ നമുക്ക് നമ്മളെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ആർക്ക് വിഷ്വലൈസേഷന് പറ്റിയ കുറെ സംഗതികൾ ഇതിലുണ്ട്. ഈ കാണുന്ന സിങ്ക് ആണ്, കണ്ടോ സിങ്ക് കണ്ടില്ലേ. അപ്പൊ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇതിൽ കിട്ടും. അതാണ് ഈ ആഡ് ഓണിന്റെ കാര്യം. ഇത് ബ്ലെൻഡർ കിറ്റ്. ഓക്കെ, ബ്ലെൻഡർ കിറ്റ്. പിന്നെ അതല്ല, ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന വേറെ ഒരു ആഡ് ഓൺ ഉണ്ടല്ലോ, ഡ്രോപ്പ് ഇറ്റ്. ഈ ഡ്രോപ്പ് ഇറ്റിന്റെ ഫങ്ഷൻ ഞാൻ കാണിക്കാൻ പോകുന്നത്, ഇപ്പൊ ഈ ഒബ്ജക്റ്റിനെ എനിക്ക് നിലത്തിടണം, ഇവിടെ ഇടണം. അതിനാണ് ഞാനിപ്പോ ഡ്രോപ്പ് ഇറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്തത് ഡ്രോപ്പ് ഇറ്റ് പറഞ്ഞിട്ടുള്ള ഒരു ആഡ് ഓൺ ആണ്. അപ്പൊ ഇവിടെ ഇൻസ്റ്റാൾഡ് ആണ്. ഇനിക്ക് ഈ രണ്ട് എക്സ്ട്രാ ഇപ്പൊ വന്നതാണ്. ഒന്ന് ബ്ലെൻഡർ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്തപ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ വന്നത്. അതിന്റെ മുന്നേ ഈ രണ്ട് ഓപ്ഷൻ ഉണ്ടായിട്ടില്ല. ഡ്രോപ്പ് ഇറ്റ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഡ്രോപ്പ് ഇറ്റിന്റെ ഓപ്ഷൻ വന്നു. അപ്പൊ ഇനി ഞാൻ അതിന് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ഇറ്റിട്ട് ക്ലിക്ക് ചെയ്യുക. അതല്ലേ വി ക്ലിക്ക് ചെയ്താൽ മതി. വി അതിന്റെ ഷോർട്ട് കട്ട് ആണ്. വി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ മുകളിലുള്ള സാധനം താഴേക്ക് വന്നു. എന്താ, ഞാൻ വി ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. വി ക്ലിക്ക് ചെയ്തു, വി ക്ലിക്ക് ചെയ്തപ്പോ ഇത് താഴേക്ക് വന്നു. അപ്പൊ ഡ്രോപ്പ് ഇറ്റ് എന്നുള്ള സംഗതി അങ്ങനെ മുകളിൽ നമ്മളെ പ്ലെയിൻ ആയിട്ട് ടച്ച് ചെയ്യാതെ അങ്ങനെ എന്തെങ്കിലും സാധനം അപ്പൊ നമ്മളങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. അത്രയുണ്ട്. ചെയർ കൊണ്ടുവന്ന് വെച്ചാൽ ചെയർ ചിലപ്പോൾ നിലത്ത് ഇരിക്കാവൂല. അപ്പൊ വി ക്ലിക്ക് ചെയ്താൽ മതി, ആ ചെയർ കറക്റ്റ് നിലത്ത് വന്നിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ആഡ് ഓൺസ് ഒക്കെ ഉണ്ട്, നല്ല നല്ല ഫ്രീ ആയിട്ടുള്ള ആഡ് ഓൺസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഓരോ വീഡിയോയിൽ പരിചയപ്പെടാം. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നൊക്കെ വളരെ സിമ്പിൾ ആണ്, എന്തായാലും പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് ബേസിക്കലി സ്റ്റാർട്ടപ്പ് ഫയൽ ആയിട്ട് നിങ്ങളതിൽ വേണ്ടത്. അപ്പൊ ലാസ്റ്റ് നമ്മളെ വ്യൂ പോർട്ട് സെറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, കറക്റ്റ് ഓർക്കുന്നില്ല. ഇവിടെ നമ്മള് യെസ്, ഈ ഒരു സംഭവത്തിന് ഷോർട്ട് കട്ട് സെറ്റ് ചെയ്താണ് അല്ലെ. അപ്പൊ ഇത് ഞാൻ ഷോർട്ട് കട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൾട്ട് സെഡ് യൂസ് ചെയ്യാം, നമ്മുടെ ഡിഫോൾട്ട് ആയിട്ട് വരുന്ന ഷോർട്ട് കട്ട് ആണ്. പക്ഷെ ഞാൻ ശീലിച്ചത് കൺട്രോൾ ഷിഫ്റ്റ് സെഡ് എക്സ് ആണ്. അതുകൊണ്ട് എക്സ് എന്നുള്ളത് ഉദ്ദേശിച്ചത് എക്സ്റേ എടുക്കുന്നതിനാണല്ലോ എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എക്സ്റേ മോഡ് ആയതുകൊണ്ട് ഞാൻ എക്സ് ക്ലിക്ക് ചെയ്തു. കൺട്രോൾ ഷിഫ്റ്റ് എക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ഇതിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൾട്ട് സെറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് എക്സ്ട്രാ മോഡിലേക്ക് വരേണ്ട സമയത്ത് ഞാനിവിടെ കൺട്രോൾ ഷിഫ്റ്റ് എക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആൾട്ട് സെറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ അങ്ങനെ മാറ്റുന്നവർ എന്റെ പോലെ മാറ്റിയിട്ട് യൂസ് ചെയ്യാം ഭാവിയിൽ. സോ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ സ്റ്റാർട്ടപ്പ് ഫയൽ സേവ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് മെയിൻ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ. സോ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ നോക്കുകയാണ്. അതിന്റെ മുന്നേ മെയിൻ ആയിട്ട് ഇപ്പൊ ഇത്രയും കാലം ചെയ്തു വെച്ചത് നമുക്ക് സേവ് ചെയ്ത് വെക്കാണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഡിഫോൾട്ടിൽ വരിക സേവ് സ്റ്റാർട്ടപ്പ് ഫയൽ മസ്റ്റ് ആയിട്ട് ചെയ്യണം. സേവ് സ്റ്റാർട്ടപ്പ് ഫയൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കുക. ബാക്കി ചില കാര്യങ്ങളും കൂടി ഉണ്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് സ്റ്റാർട്ടപ്പ് ഫയലിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ. അതൊക്കെ നമുക്ക് ഓരോന്ന് ആഡ് ചെയ്തിട്ട് പറയാം. കാരണം ഒരു ആഡ് ഓൺ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാണ്ട് അതൊക്കെ ഞാൻ പറയാം. ചെറിയ ചെറിയ ആഡ് ഓൺസ് ആണ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വരുന്ന ക്ലാസ്സുകൾ പറയാം, തീർച്ചയായിട്ടും പറയാണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കുക. എല്ലാവർക്കും ഹാപ്പി മോഡലിംഗ്, ഹാപ്പി റെൻഡറിങ്. നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നിങ്ങളെ ഒരു ബേസിക് ലെവലിൽ ബ്ലെൻഡറിന്റെ നമ്മളെ യൂസ് നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. ഫ്രീവെയർ ആണ്, ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. മാത്രമല്ല നമ്മളെ മേഖലയിൽ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3ds മാക്സിൽ കൊറോണയിലൊക്കെ ചെയ്യുന്ന പോലെ അത്യാവശ്യം നല്ല റെൻഡർ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കിട്ടും. നല്ല നല്ല ഔട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾ ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്കൊരു നിങ്ങളെ കാരിയർ എന്താ പറയാ, നമുക്കൊന്ന് സ്ട്രോങ് ആക്കി എടുക്കാൻ പറ്റും. ഇതിന്റെ ഡിസൈൻ ഫീൽഡ് ജസ്റ്റ് സ്കെച്ചപ്പ് കൊണ്ട് മാത്രം നമ്മൾ സൂപ്പർ ആവില്ല. ഒന്നെങ്കിൽ 3ds മാക്സ് പഠിക്കണം. അപ്പോൾ 3ds മാക്സ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ ബേസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ക്രാക്ക് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യണില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ബ്ലെൻഡർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, ക്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ബ്ലെൻഡറിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. നമ്മുടെ നാട്ടിൽ ബ്ലെൻഡർ നന്നായി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നേരത്തെ പഠിക്കാൻ നോക്കുക. ഇതൊക്കെ നമ്മളെ ഇനിയിപ്പോ ഓഫീസുകളിലൊക്കെ ചോദിച്ചു വരും. ഇതുവരെ ഒരു ഇൻഡസ്ട്രിയൽ സോഫ്റ്റ്വെയർ അല്ല എന്നുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. സോ ഖത്തറിലുള്ള നല്ലൊരു കമ്പനി, ലാൻഡ്സ്കേപ്പ് കമ്പനിയൊക്കെ ഇപ്പൊ എല്ലാ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് അവസാനം ഇപ്പൊ ബ്ലെൻഡറിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഏട്ടന്റെ ഓഫീസാണ്. ഏട്ടന്റെ ഓഫീസ് എന്ന് പറയുമ്പോൾ സ്വന്തം ആളുടെ ഓഫീസല്ല, അത്യാവശ്യം വലിയ ഫേമസ് ആയ ഓഫീസാണ്. പേര് ഞാൻ ഇപ്പൊ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല. പിന്നെ എനിക്കത് കൃത്യം അറിയില്ല, പക്ഷെ സംഭവം സത്യം തന്നെയാണ്. എനിവേ ഞാൻ ഒരു കമ്പനിയുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇഷ്ടംപോലെ കമ്പനീസ് ഇതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ബ്ലെൻഡർ. സോ നിങ്ങളത് അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ അൺറിയൽ എഞ്ചിൻ ഒക്കെ പഠിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ്. അതൊക്കെ നമുക്ക് ഭാവിയിൽ നമ്മുടെ ചാനലിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം, അൺറിയൽ എഞ്ചിൻ എല്ലാം. പക്ഷെ നിലവിൽ ഇപ്പൊ നമ്മൾ ബ്ലെൻഡർ ആണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ബ്ലെൻഡർ നമുക്ക് കുറേ പറയാണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അൺറിയൽ എഞ്ചിൻ ഞാൻ അത്ര പ്രോപ്പർ അല്ല, അത് നമ്മൾ ഒരു സൈഡിൽ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ എന്തായാലും നിങ്ങൾ കാര്യങ്ങൾ ഇത്രത്തോളം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ കമന്റ്സ്, വിലയേറിയ കമന്റ്സ്, നിങ്ങളെ സപ്പോർട്ടാണ് എന്നെ വീണ്ടും വീഡിയോ ഇറക്കാൻ സഹായിച്ചത്. ഞാൻ കുറച്ചു കാലം കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളെ കമന്റ്സ്, നിങ്ങളെ സപ്പോർട്ട് അത് തന്നെയാണ് എന്നെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ 2-3 മണിക്കൂറായി ഈ ക്ലാസ്സസ് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫീൽഡ് കാരിയർ ബെസ്റ്റ് ആക്കണം. ഒന്നും അറിയാത്ത ബിഗിന്നർ ലെവലില് ഉള്ള ആളുകളെ പോലും നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ചാനലിലൂടെ. അപ്പോ ഓക്കെ ഗൈസ്, നിങ്ങൾ സ്റ്റാർട്ടപ്പ് ഫയൽ സേവ് ചെയ്യാൻ മറക്കരുത്, ഓവറേറ്റ് ചെയ്യാം. ഇത്രയും കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ഫസ്റ്റ് നമ്മളെ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞു. ബാക്കി പിന്നെ നമ്മൾ ഓരോ മോഡലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ അപ്ഡേറ്റ് പോലെ ഓരോന്നും സെറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കണ്ട, നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ നിങ്ങളെ ഇനി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.